അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ടുള്ള ഖൗഫോടുകൂടിയുള്ള, അതിനെ ഭയന്നുകൊണ്ടുള്ള പ്രാർത്ഥനയും ദുആയും അതിനുള്ള മാനസികമായ ഒരു പ്രേരണയും ഒക്കെയാണ് ഈ വിഷയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് അള്ളാഹു ഈ സദസ്സിൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹു പ്രയോജനം തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രമേറെ അത്ഭുതത്തോടുകൂടി നോക്കി കണ്ടുപോയ ഒരു മനോഹരമായ സംഭവമാണ് ഹിജ്റ. പരിശുദ്ധ മക്ക. ആ മക്കയിൽ നിന്നും മദീനത്തേക്ക് നബി തങ്ങൾക്ക് യാത്ര പോകേണ്ടി വന്നു. അന്നത്തെ സാഹചര്യം അതായിരുന്നു. പരിശുദ്ധ കഅബാലയത്തിന്റെ ചുവട്ടിൽ വന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ നേരം കരഞ്ഞു. എന്നിട്ട് കഅബയോട് പറഞ്ഞു, ഞാൻ പോകുന്നത്, ഞാൻ മദീന എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിന്നെ വെറുപ്പുള്ളത് കൊണ്ടോ അല്ല, പക്ഷേ എനിക്ക് നിന്നെ തന്നെയാണ് ഇഷ്ടം കൂടുതൽ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുകയുള്ളൂ. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് ഞാൻ ജനിച്ച, ഞാൻ വളർന്ന കഅബയെ കണ്ടു കൊതിതീരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവുകയാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയോട് യാത്ര പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി. മക്കയിൽ നിന്നും നേരെ വിപരീതമായിരുന്നു മദീനക്കുണ്ടായിരുന്ന അനുഭവം. അവിടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കുഞ്ഞുമക്കൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഈന്തമരങ്ങളുടെ മുകളിൽ കയറിയിരുന്നു. എനിക്ക് ആദ്യം കാണണം ആ പ്രകാശഗോപുരം, മദീനയുടെ കവാടം കടന്നു വരുന്നത് എനിക്ക് ആദ്യം കാണണം. ഉമ്മമാരുപ്പമാര് വളരെ മാനസികമായ സന്തോഷത്തോടെ കാത്തിരുന്നു. ആ പരിശുദ്ധമായ റസൂൽ മദീന എന്ന് പറയുന്ന പുണ്യഭൂമിയിലേക്ക് കടന്നു വന്നു. ആനന്ദ ലഹരിയിൽ ആറാടി മദീനക്കാർ. പ്രവാചകർക്കും അവിടെ നിന്ന് കൂടെ വന്നവർക്കും എന്താണോ ആവശ്യമുള്ളത്, വസ്ത്രമാണോ, ഭക്ഷണമാണോ, വീടാണോ, എന്താണോ ആവശ്യമുള്ളത് അത് മുഴുവനും കൊടുത്ത് ആ നന്മയുടെ പൂമരത്തെ മദീനയിൽ നട്ടുവളർത്തി. മദീനയിൽ ആകമാനം സന്തോഷം പടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ പള്ളി വേണം. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തി അവിടെ നബി തങ്ങൾ താമസിച്ചു. അതുപോലെ തന്നെ അവിടെ മനോഹരമായ പള്ളി വെക്കാൻ തീരുമാനിച്ചു. ആരൊക്കെയാ പള്ളി നിർമ്മിക്കുന്നത്? സഹാബികളോട് അള്ളാന്റെ റസൂൽ പറഞ്ഞ, ആ കാണുന്ന പർവ്വതത്തിന്റെ കല്ല് ഇളക്കി ഓരോരുത്തരും ആ കല്ല് ചുമന്ന് കൊണ്ടുവന്ന് ഈ മനോഹരമായ സ്ഥലത്ത് വെച്ചിട്ടൊരു പള്ളി നിർമ്മിക്കുക. എല്ലാവരോടുമൊപ്പം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കല്ല് ചുമന്നുകൊണ്ട് വരികയാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. നബി തങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ സൗന്ദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ രാജാവാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് കല്ല് ചുമന്നുകൊണ്ട് വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നാലും പ്രവാചകർ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലെ ഈ പള്ളിക്ക് വേണ്ടി പണിയെടുക്കേണ്ടവനാണ്. അങ്ങനെ ആ പള്ളി നിർമ്മിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കല്ല് കൊണ്ടുവന്നു വെച്ചു. മനോഹരമായ പള്ളി അവിടെ നിർമ്മിച്ചെടുത്തു. ആ പള്ളിയിൽ ജനങ്ങൾ വുളു എടുത്തുകൊണ്ട് കിടന്നിരുന്നു. ഒന്നാമത്തെ ഖുതുബ നടക്കാൻ പോവുകയാണ്. മദീനയിലെ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ ഖുതുബ നിർവഹിക്കാൻ പോവുകയാണ്. മനോഹരമായ ഒന്നാമത്തെ ഖുതുബ കേൾക്കാൻ വേണ്ടി അവിടെ പഠിച്ചുകൂടിയ ജനസാഗരത്തെ സാക്ഷി നിർത്തിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ ഖുതുബക്ക് നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. എന്തായിരിക്കും പ്രവാചകർ ഒന്നാമത് പറയുന്നതെന്നറിയാൻ വേണ്ടി കൊതിയോടെ കാത്തിരുന്നു. ഒരുപാട് വിഷയങ്ങൾ, ഗൗരവമുള്ള ഗഗനമായ പല വിഷയങ്ങൾ പ്രവാചകർ പറഞ്ഞിട്ട് അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഗൗരവമുള്ള, ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയം ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിമ്പറിൽ നിന്ന്, സ്വഹാബികളൊക്കെ വളരെ ആവേശത്തിലാണ്. എന്തായിരിക്കും പ്രവാചകർ ഈ ദിവസം പറയാൻ പോകുന്നത്? എന്തായാലും ആദ്യത്തെ ഖുതുബയായതുകൊണ്ടും മർമ്മപ്രധാനമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ പ്രവാചകർ ഒരുപാട് കാര്യം പറഞ്ഞ കൂട്ടത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഈ കാര്യം ചർച്ച ചെയ്തപ്പോ പള്ളിക്കകത്ത് തടിച്ചുകൂടിയ സഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്കരിക്കാമെന്നവർ, ഇബാദത്തിന് വന്നവര് പൊട്ടിക്കരയാ തുടങ്ങി. മിമ്പറിൽ നിന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കരയാ തുടങ്ങി. സ്വഹാബികളും പ്രവാചകനും പൊട്ടിക്കരഞ്ഞു പോയ മർമ്മപ്രധാനമായ വിഷയം എന്റെ വടുതല വന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനോമുഖരത്തിലേക്ക് ഞാൻ അർപ്പിച്ചു തരികയാണ്.
അല്ലാഹുവിന്റെ റസൂല മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു ഫമനിസ്തതാ അയ്യഖിയ വജ്ഹഹു മിനന്നാർ, ആർക്കെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം അല്ലാഹു തന്നാൽ, ആർക്കെങ്കിലും ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം അല്ലാഹു തന്നിട്ട് ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമായാൽ വലൂ ബിശിഖി തംറാ, വിശന്ന വയറോടെ ഒട്ടിയ വയറോടെ വീടിന്റെ മുമ്പ് വന്ന് കൈനീട്ടി യാചിക്കുന്ന പാവപ്പെട്ടവന്റെ കൈവെള്ളയിലേക്ക് ഒരു കാരക്കയുടെ ചീലെടുത്ത് വെച്ചു കൊടുക്കുന്നത് പോലുമാകട്ടെ, അതുപോലുമാകട്ടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊള്ളണേ, നിങ്ങൾ ചെയ്തു കൊള്ളണേ, മരണം വരുന്നതിന് മുമ്പ് ചെയ്തു കൊള്ളണേ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തീ പാറുന്ന കണ്ണുകളുമായി വടുതലയിലുള്ള നിങ്ങളുടെ വീട്ടിൽ വന്നിറങ്ങുന്നതിന് മുമ്പ്, അസ്റായീൽ അലൈഹിസ്സലാം നിങ്ങളുടെ റൂഹ് പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അതൊരു അവസരം കിട്ടിയാൽ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്തേക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ രാവും പകലുമില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന സഹാബികളാ മുമ്പിലുള്ളത്. പ്രവാചകർ എന്തു പറഞ്ഞാലും ചെയ്യാൻ മനസ്സ് വെക്കുന്ന സഹാബാക്കിറാമാണ് പള്ളിക്കകത്തുള്ളത്. അവരാണ് പൊട്ടിക്കരയുന്നത്, അല്ലാഹ് ഞങ്ങൾക്ക് പേടിയാവുകയാണ്. അസ്റായീൽ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ചെയ്തു കൊള്ളണമെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബത്തിന്റെ മനസ്സങ്ങോട്ട് ഭയം നിറയ്ക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ, ഈ ചെയ്തൊന്നും മതിയാവില്ല എന്നവർക്കറിയാ, ഈ ചെയ്തൊന്നും മതിയാവില്ല. ദേഷ്യത്തോടെ അട്ടഹസിച്ചുകൊണ്ട് തീജ്വാലകൾ കത്തിയിരിയുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾ അറിയാൻ വേണ്ടി ഞാനും നിങ്ങളും ചെയ്യുന്ന സ്വതക്ക പോരെന്നവർക്കറിയാ, ജനങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് പോരെന്നവർക്കറിയാ, അത്രത്തോളം ഇഖ്ലാസുള്ള അമലുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ എന്നവർക്കറിയാ. അതുകൊണ്ട് എല്ലാവരും പൊട്ടിക്കരയാ തുടങ്ങി. എന്റെ വടുതലയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പൊ സമാധാനിക്കുന്നത്, ഞാൻ ഇന്നലെ ബക്കറ്റിൽ 1000 രൂപ ഇട്ട് കൊടുത്തവനല്ലേ, ഞാൻ പാവപ്പെട്ടവരെ കല്യാണത്തിന് സഹായിച്ചവനല്ലേ, ഞാനിവിടെ ഒരുപാട് സാധുക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവനല്ലേ, ഞാൻ വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോകുന്നവനല്ലേ, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഞാൻ തലമറയ്ക്കുന്നവളാണ്, പർദ്ദയിടുന്നവളാണ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നവളാണ്, ഖുർആൻ ഓതുന്നവളാണ്, അതുകൊണ്ട് എനിക്കും അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷ തരുമല്ലോ എന്ന് ചിന്തിക്കുന്ന വടുതലയിലെ പെണ്ണേ, നമ്മൾ എത്ര ഇബാദത്തിന്റെ കണക്ക് പറഞ്ഞാൽ, നമ്മൾ എത്ര ആരാധനയുടെ കണക്ക് കൂട്ടി വെച്ചാൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ചെയ്തിരുന്ന സഹാബത്ത് പോലും ഭയന്നു പോയല്ലാ. നീ ഭയപ്പെടുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണോ റബ്ബേ ഞങ്ങൾ ചെയ്യാറുള്ളത് അത് ചെയ്തു കൊള്ളാമെന്നവര് പൊട്ടിക്കരന്നുകൊണ്ട് മുത്ത് റസൂലിന് വാക്ക് കൊടുക്കുമ്പോ, എന്റെ സഹോദരങ്ങളെ, ഇന്ന് മരണപ്പെട്ടു പോയാ സ്വർഗത്തിന്റെ പരിമളം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് വടുതലയിലെ സദസ്സിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ഒരു നെഞ്ചുവേദന വന്ന് റോഡിലൊന്ന് മറിഞ്ഞു വീണാലോ, ഇല്ലെങ്കിൽ രാത്രി നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ പടിയാറെ മരണപ്പെട്ടു പോയാലോ, വാപ്പാ ഉമ്മ എന്ന് മക്കള് വന്ന് കുലുക്കി വിളിക്കുമ്പോ അതിന് മറുപടി കൊടുക്കാൻ കഴിയാറ് ആ വിരിപ്പിൽ കിടന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളെ കൊണ്ടുപോയാലോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനൊക്കെയാ മറുപടി പറയേണ്ടത്, എന്തിനൊക്കെയാ മറുപടി പറയേണ്ടത്? മരണം മറന്ന് അട്ടഹസിക്കുന്ന രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത് പ്രിയപ്പെട്ടവരെ. കത്തിയാളുന്ന നരകത്തിന്റെ വിറക് കൊള്ളിയായി മാറുന്ന ഒരു രംഗം നിനക്ക് വരാനുണ്ട്. എന്റെ വടുതലയിലെ പരിസരത്തുള്ളവരോട് സങ്കടത്തോടുകൂടി പറയട്ടെ, എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തത്? മഹാന്മാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് കാവൽ ചോദിച്ച ആ നരകത്തെ നെവർമെന്റായി തള്ളിക്കളയുന്ന പെണ്ണേ, നിന്റെ തലയുടെ ഒരു മുടി പുറത്ത് കണ്ടാൽ, ശരീരത്തിന്റെ നഗ്നത പുറത്ത് കണ്ടാൽ, നിന്റെ സംസാരം അന്യപുരുഷന്മാര് ആഗ്രഹത്തോടെ ശ്രമിച്ചു പോയാൽ, അല്ലാഹുവേ ആ നരകത്തിന്റെ കവാടത്തിൽ നിന്ന് നിന്നെ മാടി വിളിക്കുകയാണ്. അതുകൊണ്ട് ഭയന്നോ. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾക്ക് ആ നരകത്തെ കുറിച്ച് ഒരുപാട് അറിയാത്തത് കൊണ്ടാ, എത്രയോ പ്രസംഗം കേട്ടതാണ് നരകത്തെ കുറിച്ച്, എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടതാണ് പരലോകത്തെ കുറിച്ച്, എന്നാലും ആ ഭയപ്പാട് നിങ്ങളുടെ ഖൽബിന്റെ അകത്തേക്ക് വരൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, തഅലമൂന മാ അഅലമു ലളഹിക്കും ഖലീലാ വലബകൈതും കതീറാ. ഞാൻ അറിഞ്ഞ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഖബർ, പരലോകം, മഹ്ശറ, മരണം, ആ ഭയാനക
ഭയാനകരമായ ലോകത്തിന്റെ അത്യത്ഭുതങ്ങളെ കുറിച്ച് ഭയപ്പെടുത്തലുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലലഹിക്കും ഖലീലാ, നിങ്ങൾ ഒരുപാട് ചിരിക്കൂല, നിങ്ങൾക്ക് ഒരുപാട് തമാശ വരില്ല. വലബകൈതും കതീറാ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞത് നമ്മൾ അറിഞ്ഞിട്ടില്ല, ആരംഭ റസൂൽ അനുഭവിച്ചത് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആ പരലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എത്രയോ റസൂലുള്ള പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. പറഞ്ഞത് തന്നെ അത്ഭുതമാണെങ്കിൽ പറയാത്തത്ര ഗംഭീരമാണ്, പറഞ്ഞത് തന്നെ തയ്ക്കാൻ പറ്റാത്തതാണെങ്കിൽ പറയാത്തത്രയോ ഗൗരവമുള്ളതായിരിക്കും. നിങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തതാണ്, മഹ്ശറ ലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം സഹാബത്തെ? എന്തെടുത്തു വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിരുന്ന അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം സഹാബത്തെ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു സൂറത്ത് ഇറങ്ങിയപ്പോൾ ബോധം കിട്ടി വീണുപോയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹാഖത്തുൽ ആ സൂറത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ബോധരഹിതനായി വീണുപോവുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല. ഖിയാമത്ത് നാൾ, പരലോകം, മഹ്ശറ, വിചാരണ, നരകം, അല്ലാഹ് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഭയം വന്നുകൊണ്ട് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തെ പടച്ചത് തന്നെ മുത്തുറസൂലിന് വേണ്ടിയാ. ഈ ലോകത്തിന്റെ അനുഗ്രഹദാതാവ് തന്നെ മുത്തുറസൂലാണ്. അവിടുന്ന് ബോധം കിട്ടി വീണുപോയ ആ മഹ്ശറയുടെ ചിന്ത കൊണ്ടെങ്കിലല്ലാ, പലിശ വാങ്ങുന്ന, കണ്ടുപിടിക്കുന്ന, പെണ്ണുപിടിക്കുന്ന, ഹറാമ് ചെയ്യുന്ന, ഫസാദ് പറയുന്ന, ഈബത്ത് പറയുന്ന, വടുതലയിലെ അയൽവാസിയുടെ സ്വത്ത് വെട്ടിപ്പിടിക്കുന്ന, പാവപ്പെട്ടവരുടെ കല്യാണം മുടക്കുന്ന, പൊതുമുതൽ കൈയിട്ട് വാരുന്ന, യതീമക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് കുംഭ വീർപ്പിക്കുന്ന, പള്ളിയുടെ പൊതുമുതൽ കൈയിട്ട് വാരിയിട്ട് കുടുംബം വളർത്തുന്ന, അല്ലാഹുവേ ഹറാമിയത്തുകളുടെ ഘോഷയാത്ര നടത്തിയിട്ട് രാക്ഷസനെ പോലെ നാവ് നീട്ടി പൊട്ടിച്ചിരിക്കുന്ന, നരകത്തിന്റെ വിറക് വള്ളിയായി മാറുന്നവരെ, എന്ത് ധൈര്യമാണ് നിങ്ങൾക്ക് ഈ പടച്ചവന്റെ മണ്ണിൽ ജീവിക്കാൻ? എന്ത് ധൈര്യമാണ് ഈ ദുനിയാവിന്റെ മണ്ണിൽ ജീവിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബത്തെ, ജിബ്രീൽ വന്ന് പറഞ്ഞ ഭയാനകരമായ മഹ്ശറയുടെ രംഗമറിയോ? എല്ലാവരും ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയാ, എല്ലാവരും ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയാ. കഴിഞ്ഞ വർഷം നൗഷാദ് വാക്കവി നിങ്ങളോട് റബ്ബിന്റെ മുന്നിൽ എന്ന വിഷയം പറഞ്ഞില്ലേ? അത് കേട്ടിട്ട് നമ്മൾ കരഞ്ഞു ദുആ ചെയ്തിട്ടല്ലേ പോയത്? ആ പടച്ചവന്റെ മുന്നിൽ അടുത്ത ഭാഗമാണെന്ന് പറയാൻ പോകുന്നത്. മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ആ മഹ്ശറയിൽ നിന്ന് ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് എല്ലാവരും വരികയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് സൂറന്ന കാഹളത്തിൽ വരുമ്പോ ഭയാനകരമായ ഖബറിന്റെ അകത്തിരുന്ന് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. ആരംഭ റസൂൽ പറഞ്ഞ മഹ്ശറ, അല്ലാഹു പറഞ്ഞ മഹ്ശറ എത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്തിരുന്ന് യംബുലൂന തുറാബ അലാ റൂസി, തലയിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ടും തലയിലിരിക്കുന്ന മണ്ണിനെ പട്ടി മാറ്റിയിട്ടും പൊട്ടിക്കരന്ന് നിലവിളിച്ച് ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് ഖബറിന്റെ അകത്തിൽ എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ രംഗമുണ്ടല്ലോ. പറയാ, ജനങ്ങളെല്ലാം ചെമ്പുപടുത്ത തറയിൽ നിന്ന് വിയർപ്പിൽ കുളിച്ചു പൊട്ടിക്കരന്ന് നിൽക്കുമ്പോ സബാനിയത്തിന്റെ മാലാകമാര് നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്തെ കെട്ടിവലിച്ചു കൊണ്ടുവരികയാണ്. തലമറക്കാത്ത പെണ്ണിന് കൊടുക്കാനുള്ള, കണ്ടുകുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, പലിശ വാങ്ങുന്ന, ഉമ്മയെ നോക്കാത്ത, മക്കളെ മര്യാദയ്ക്ക് വളർത്താത്ത, ഖുർആൻ ഓതാത്ത, നിസ്കരിക്കാത്ത, ദീനില്ലാത്ത, നന്മയില്ലാത്ത, ദുഷിച്ച മനസ്സിന്റെ ഉടമകൾക്ക് കൊടുക്കുന്ന നരകത്തിന്റെ ഒരു ഭാഗത്തെ മനുഷ്യരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, 70,000 ചങ്ങലയിട്ടിട്ടാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് നബിയെ. ആ നരകത്തെ മുഴുവനുമല്ല, മുഫസ്സിരീങ്ങൾ പറയുന്ന നരകത്തിന്റെ ഒരു ഭാഗം മാത്രമാ. 70,000 ചങ്ങലയിട്ടിട്ടാണ് ആ നരകത്തിന്റെ ഒരു ഭാഗത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത്. ആ 70,000 ചങ്ങലയിൽ നിന്ന് ഒരു ചങ്ങല ഈ ദുനിയാവിലിട്ടാ, അല്ലാഹുവേ, ദുനിയാവ് മുഴുവനും കരിഞ്ഞു പോകുന്നതാണ്. 70,000 ചങ്ങലയിൽ നിന്ന് ഒരു ചങ്ങല ഈ ദുനിയാവ്
ദുനിയാവിലിട്ടാൽ ദുനിയാവ് മുഴുവനും കരിഞ്ഞു പോകുന്നതാ. ദുനിയാവിലുള്ള മുഴുവൻ ഇരുമ്പുകളും കൂട്ടിവെച്ചാൽ ആ ഒരു ചങ്ങലക്ക് സമാനമാവില്ലെന്ന് പഠിപ്പിച്ച റസൂൽ പൊട്ടിക്കരന്നുകൊണ്ട് ജിബ്രീൽ പറയുന്നത് കേൾക്കുകയാണ്. നബിയേ, 70,000 ചങ്ങലയിട്ട് വലിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ നരകമുണ്ടല്ലോ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളാണ് നബിയെ പിടിച്ചുകൊണ്ടുവരുന്നത്. അത്രയ്ക്ക് ഭയാനകരമാണ്. ഒരു മലക്കിനെ കൊണ്ട് പിടിച്ചു വലിക്കാൻ കഴിയാത്ത ചങ്ങലയുടെ വലിപ്പത്തെ കുറിച്ച് എന്റെ വടതലക്കാര് ചിന്തിച്ചു നോക്കിയോ? ഒരു ചങ്ങലയെ ഒരു മലക്കിനെ കൊണ്ട് വലിച്ചു പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഭയാനകരമായ രംഗത്തെ കുറിച്ച് എന്റെ വടതലയിലുള്ളവർ ചിന്തിച്ചിട്ടുണ്ടോ? 70,000 മലക്കുകളാണ് ഒരു ചങ്ങലയെ പിടിക്കുന്നത്. അങ്ങനെ 70,000 ചങ്ങലയിട്ടുകൊണ്ട് വലിച്ചിഴച്ചു വരുന്ന നരകത്തിന്റെ ഭയാനകരമായ രംഗം പറയാണ്. മനുഷ്യരത് കാണുമ്പോ എവിടെയാണെന്ന് രക്ഷപ്പെടുന്നതല്ല. പടച്ചവരെ, ഞങ്ങൾ ചെയ്തു പോയി, ഇവരീസ് ഞങ്ങളെ ചതിച്ചു പോയി. നിസ്കരിക്കാൻ തോന്നിയില്ല, നല്ലത് പറയാനും ചെയ്യാനും തോന്നിയില്ല. ദുനിയാവിന്റെ രസക്കാഴ്ചകൾ കണ്ട് മനം മയങ്ങിപ്പോയല്ല. എവിടെങ്കിലും ഒരു മാർഗം ഒന്ന് കാണിച്ചു തരൂ അല്ലാ, ഒന്ന് രക്ഷപ്പെടാൻ വല്ല വഴി കാണിച്ചു തരൂ അല്ലാ. ഇത് പറഞ്ഞ് നിലവിളിക്കുന്നവരെ ജവാനിയത്തിന്റെ മാലാഖമാര് ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് മുതുകിലും മുഖത്തും അടിച്ചിട്ട് വലിച്ചടച്ചുകൊണ്ട് പോകുമെന്നാണ്. അല്ലാഹുവേ, ഖബറിന്റെ അകത്തിരുന്ന 3000-ഓളം വർഷമാണ് നരകാവകാശികള് ആ ചെമ്പെടുത്ത തറയിലൂടെ ഇട്ട് വലിച്ചടച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് ജിബ്രീൽ, യാ റസൂലല്ലാഹ്, വ്യഭിചാരികൾക്ക് പ്രത്യേകിച്ചൊരു സ്ഥലമുണ്ട് നബിയേ, കള്ളുകുടിമാർക്ക് പ്രത്യേകിച്ചൊരു സ്ഥലമുണ്ട് റസൂലേ, ഉമ്മയെ ചവിട്ടിയവർക്ക്, നിസ്കാരമില്ലാത്തവർക്ക് ആ നരകത്തിൽ ഓരോ തട്ടുകളായി പ്രത്യേകിച്ച് സ്ഥലമുണ്ട് നബിയേ. ആ നരകത്തെ 1000 കൊല്ലം അല്ലാഹു വെറുതെ കത്തിക്കപ്പെട്ടിരുന്ന നബിയേ. അപ്പൊ കറുപ്പ് നിറമായി, വീണ്ടും 1000 കൊല്ലം കത്തിച്ചു, അപ്പൊ ചുവന്ന നിറമായി, വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോ വെളുത്ത നിറമായി. അല്ലാഹുവിന്റെ റസൂലേ, 1000 കൊല്ലങ്ങളോളം കിടന്ന് കത്തിയിട്ട് വീണ്ടും കത്തിച്ചതിന്റെ നിറം മാറിപ്പോയാ ആ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന നരകമുണ്ടല്ലോ, അതിന്റെ തീയുണ്ടല്ലോ, ഒരംശം കുറഞ്ഞിട്ടില്ല നബിയേ. എന്നാണോ കത്തിക്കപ്പെട്ടത് അന്ന് മുതൽ തീ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, ചൂടിങ്ങനെ കൂടിക്കൂടി വരികയാണ്, ഭയാനകത ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയാ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ജിബ്രീലേ, മതി ജിബ്രീലേ, എനിക്ക് താങ്ങാനുള്ള കഴിവില്ല നബിയേ, എനിക്ക് താങ്ങാനുള്ള കഴിവില്ല ജിബ്രീലേ. ലാ യൻസദിഉ ഖൽബി ഫമൂ, ജിബ്രീലേ, ഇത് കേട്ടുപോയാ ഞാൻ മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നെ കൊണ്ട് കഴിയണില്ല ജിബ്രീലേ, നീ നരകത്തെ കുറിച്ച് പറഞ്ഞത് എന്നെ കൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല ജിബ്രീലേ, ഇനി കേട്ടുപോയാ ഞാൻ മരിച്ചു പോകും ജിബ്രീലേ. വളരെ കുറച്ചു മാത്രമാണ് റസൂലുള്ള സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത്. ആ ജിബ്രീൽ പറഞ്ഞ എത്രയോ ഭയാനകരമായ സംഭവങ്ങള് മനക്കട്ടിയുടെ രാജകുമാരൻ താങ്ങാൻ പറ്റിയില്ല. ആകാശലോകത്തിന്റെ അത്ഭുതങ്ങൾ താണ്ടി കടന്നുപോയ ജിബ്രീലിന് പോലും കടക്കാൻ കഴിയാത്ത കവാടത്തിലൂടെ പടച്ചവന്റെ ദർബാറിലെത്തിയ ആ മുത്തുനബിതങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, ഓരോ സെക്കൻഡും നമ്മൾ നരകത്തിലേക്കല്ലേ, ഓരോ സെക്കൻഡും നമ്മൾ നരകത്തിലേക്കല്ലേ, കത്തിയാളുന്ന നരകത്തിലേക്ക് അടുത്തടുത്ത് ചെല്ലുകയല്ലേ. എത്രയോ വെളിവാകാത്ത കാര്യങ്ങളുടെ അത്ഭുതമാണ് നരകത്തിന്റെ വർത്തമാനത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മതി ജിബ്രീലേ, എനിക്ക് സഹിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി പ്രവാചകന്റെ സമക്ഷം ഇരുന്ന് കരയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ, നീ എന്തിനാ കരയുന്നത്? ജിബ്രീലേ, നീ കരയുന്നതെന്തിനാ? നീ കരയുന്നതെന്തിനാണ്? 606 ചിറകുകളുള്ള മലക്കുകളുടെ രാജകുമാരനല്ലേ ജിബ്രീലേ നീ? മുഖറബീങ്ങളായ മലക്കുകളുടെ ഒന്നാമത്തെ ആളല്ലേ ജിബ്രീലേ നീ? അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മലക്കല്ലേ ജിബ്രീലേ നീ? എത്രയോ പ്രാവശ്യം എന്റെ അടുത്തേക്ക് പറന്നിറങ്ങാനുള്ള സൗഭാഗ്യം ലഭിച്ചവനല്ലേ ജിബ്രീലേ നീ? നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ ജിബ്രീൽ പറയുന്ന, നബിയേ, ഞാനൊരു മലക്കാണെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കണമെങ്കിൽ, സ്വർഗം
സ്വർഗം എനിക്ക് ഉറപ്പാവണം നബിയേ. ആ നരകത്തിൽ എന്നെ കിടത്തില്ല എന്ന് പടച്ചവൻ പറഞ്ഞാ പോരാ, ആ നരകത്തിൽ നിന്നെ മാറ്റിവെച്ചെങ്കിലേ എനിക്ക് സമാധാനം കിട്ടുമെന്ന് ജിബ്രീൽ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്കും പേടിയാണോ ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, ആ നരകത്തെ പടച്ചതിന്റെ അന്ന് മുതൽ പിന്നെ മീകായിൽ ചിരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യമാണ് നരകത്തെ കണ്ടത്, അന്ന് മുതൽ പിന്നെ ചിരിമാറി നബിയേ. ഞങ്ങളെക്കാരും വലിയ മലക്കായിരുന്നല്ലോ അസാസീല്. ആ അസാസീല് സ്വർഗത്തിന്റെ രാജാവായിരുന്നല്ലോ, അല്ലാഹുവിന്റെ ലോകത്തെ ഏറ്റവും വലിയ പ്രമാണിത്വമുള്ള ആളായിരുന്നല്ലോ. അവസാനം ആദമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോ ആ കൽപ്പന നിരസിച്ചത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസാസീൽ എന്നവന് ഈ ലോകത്തിന്റെ ശൈത്താനായിട്ട് പറന്നു വിട്ടില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന് എന്ത് തീരുമാനവും എടുക്കാം, ചോദ്യം ചെയ്യാൻ നമുക്ക് അർഹതയില്ല. നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തു, 99 വയസ്സ് വരെ ഇബാദത്തോടെ ഇബാദത്ത്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയുന്നു, വളിരിബു ബിഹാദൽ അമലി വജ്ഹ സ്വഹിബിഹാ, അവൻ ചെയ്ത അമൽ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക, എനിക്ക് വേണ്ട. അതുകൊണ്ട് അവന് നരകം കൊടുക്കുന്ന അല്ലാഹു വിളിച്ചു പറഞ്ഞാൽ ആര് ചോദ്യം ചെയ്യാനുണ്ട് പടച്ചവനെ? 1000-ന്റെയും 500-ന്റെയും നോട്ട് നിരോധിച്ചു എന്ന വാർത്ത വന്നതുപോലെ അള്ളാന്റെ കോടതി ചെല്ലുമ്പോ നീ ചെയ്ത ഇബാദത്ത് ഞാൻ സ്വീകരിക്കണില്ല എന്ന് പടച്ചതമ്പുരാ വാർത്ത പറഞ്ഞാൽ ആരോട് നമ്മൾ പോയി പരാതി പറയും? പരലോകത്ത് ചെല്ലുമ്പോ എല്ലാ മനുഷ്യരും പറയുമത്രേ, ഞാൻ നിസ്കരിച്ചു തമ്പുരാനെ, ഞാൻ നോമ്പെടുത്തു റഹ്മാനെ, ഞാൻ നല്ല വസ്ത്രം ധരിച്ച് അന്യ പുരുഷന്മാരുടെ പ്രദർശന വസ്തുവാകാതെ ജീവിച്ചവളാണ് തമ്പുരാനെ. അതുകൊണ്ട് ഇവിടെ എന്റെ കിതാബിൽ അമലൊന്നും കാണുന്നില്ല. ഇഖ്റ കിതാബക യാ അബ്ദി അലാ മഹ്ലി ഫൻദുർ ഇലൈക തറാ ഹൽ കാന മകാനാ. ചെയ്തത് മുഴുവനും രേഖപ്പെടുത്തിയ കിതാബ് അല്ലാഹു കയ്യിൽ തരുമ്പോ വടുതലയിൽ നിന്ന് പോയവർ നോക്കിയിട്ട് പറയുന്നു, ഇല്ല റബ്ബേ ഇല്ല, ഞാൻ നിസ്കരിച്ച നിസ്കാരം കാണുന്നില്ലല്ലോ, ഞാൻ വടുതലേന്ന് വന്ന് വാത് കേട്ട 2 മണിക്കൂറിന്റെ അമല് കാണുന്നില്ലല്ലോ, ഞാൻ ആ വക്കത്തിലിട്ട സുറക്ക കാണുന്നില്ലല്ലോ, ഞാൻ സ്നേഹജാലകം വായിച്ച 100 രൂപയുടെ സുറക്ക കാണുന്നില്ലല്ലോ, ഞാൻ രോഗികൾക്ക് പാവപ്പെട്ടവർക്ക് പള്ളിക്ക് യത്തീംഖാനക്ക് അറബി കോളേജുകൾക്ക് കൊടുത്ത, എന്റെ വീടിന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരഞ്ഞവർക്ക് കൊടുത്ത ദാനധർമ്മത്തിന്റെ പ്രതിഫലം ഇതിനകത്ത് കാണുന്നില്ലല്ലോ, ഞാൻ റമദാനിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഇതിനകത്ത് കാണുന്നില്ലല്ലോ, ഞാൻ തബാറക്കല്ലദീ അർറഹ്മാൻ മോദിയ കൂലി ഇതിനകത്ത് കാണുന്നില്ലല്ലോ. ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയും, പറഞ്ഞു കൊടുക്കും മലക്കുകളെ, കദബത, നിങ്ങൾ കള്ളം പറയുകയാ, നിങ്ങൾ കള്ളം പറയുകയാ, നിങ്ങൾ കള്ളം പറയുകയാ, നിങ്ങൾ ചെയ്തതൊന്നും ഇവിടെ എത്തിയിട്ടില്ല, നിങ്ങൾ ചെയ്തതൊക്കെ എന്തിനെന്നറിയോ? നിങ്ങൾ ചെയ്തതൊക്കെ ദുനിയാവിന്റെ ചില രസക്കാഴ്ചകൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സതൊന്നും മറന്നിട്ടില്ല, നിങ്ങളുടെ ഖൽബതൊന്നും മറന്നിട്ടില്ല. എല്ലാം ചെയ്തത് അഭിനയമായിരുന്നു, നിങ്ങളുടെ ഖൽബ് അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? നമുക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ഉമ്മ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നു, വാപ്പ നിസ്കരിക്കണ പോലെ നിസ്കരിക്കുന്നു. പക്ഷേ ഈ നിസ്കാരത്തിലൂടെ ഒരു ഖൗഫ് ഉണ്ടാകണം എന്ന് ആ കുഞ്ഞിനറിയില്ല. ഉമ്മാക്ക് അതില്ലാത്തത് കൊണ്ട് മകൾക്ക് ഉണ്ടാവുന്നില്ല. ഉമ്മ നിസ്കരിക്കണ പോലെ കുഞ്ഞ് നിസ്കരിക്കുന്നു, വാപ്പ നിസ്കരിക്കണ പോലെ കുഞ്ഞ് നിസ്കരിക്കുന്നു. പക്ഷേ ഈ നിസ്കാരം ഒരു ഖൗഫാണ്. സ്വലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ. അല്ലാഹുവിനെ പേടിയുണ്ടാവണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ആ പേടിയില്ല, ആ പേടി വരുന്നില്ല. ആ പേടി വരണമെങ്കിൽ അറിവും അമലും ഒരുമിച്ച് വരണം. അമല് മാത്രം വന്നാൽ പേടി ഉണ്ടാവില്ല, അറിവും കൂടി ഒരുമിച്ച് വരണം. അതിന് ഇവിടെ ഒരു കുഞ്ഞു മോള് പ്രസംഗിച്ച പോലെ മക്കളെ നല്ലതുപോലെ മദ്രസയിൽ കൊണ്ടാക്കി പഠിപ്പിക്കണം, നല്ല കിതാബ് പഠിപ്പിക്കണം, നല്ല ബോധമുണ്ടാക്കി കൊടുക്കണം. എന്നാലാണ് പേടി ഉണ്ടാവുക. അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണ് അന്യപുരുഷന്റെ കൂടെ ഇറങ്ങി പോവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാഹിനെ പേടിയുള്ള ഒരു പെണ്ണ് ഇറങ്ങി പോവില്ല. അള്ളാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണ് ഇറങ്ങി പോവില്ല. ഇന്ന് സഹോദരിമാരെ തഹജ്ജുദ് നിസ്കരിക്കുന്നു, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കണം. തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ വിളിക്കാടാന്ന് കാമുവിന്റെ അടുത്ത് പറയാ. തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ നീ എന്നെ വിളിക്കോടാ, ഓക്കട മുത്തേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് കമന്റ് എഴുതിയിട്ടാണ് നമ്മൾ കിടക്കുക. അപ്പോ ആ തഹജ്ജുദ് കൊണ്ട് നമുക്ക് ഖൗഫ് വരുന്നില്ല. അത് വന്നെങ്കിലല്ലേ പറ്റുള്ളൂ.
നമ്മൾ പണ്ടു കാലത്തൊക്കെ പള്ളിക്കകത്ത് മഹാന്മാരെ കേറിയാൽ അല്ലെ, ഇപ്പൊ ശംസുൽ ഉലമ എന്ന മഹാനുഭാവൻ ഏർവാടിയുടെ ദർഗാ ശരീഫിന്റെ ഭാഗത്ത് ഒരു പ്രാവശ്യം ചെരിപ്പിട്ടുകൊണ്ട് നടന്നു പോകേണ്ടി വന്നതിന്റെ പേരിൽ എത്ര ദിവസം തിരിച്ചു വന്നിട്ട് കരഞ്ഞു എന്നറിയോ? അവിടെ വഴിയിൽ മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ കിടന്നപ്പോ പുറകെ പോയി ശിഷ്യന്മാര് പറഞ്ഞു, ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകണം ഉസ്താദെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോ ചെരുപ്പിടലില്ല, എനിക്ക് പേടിയാണ്. ഇത് കാലിൽ കൊണ്ടുകയറും, രക്തം വരും, ഈ പ്രായത്തിൽ നല്ല ക്ഷീണം വരും, തിരിച്ചു നാട്ടിൽ പോകണ്ടേ. അതുകൊണ്ട് നിർബന്ധിച്ചവര് ചെരുപ്പിടേണ്ടി വന്നപ്പോൾ അതിന്റെ പേരിൽ വന്ന് കരഞ്ഞു അത്രേ. പേടിയാണ്. അബ്ദുറഹ്മാൻ മുസ്ലിയാരിൽ ഫൽഫരി എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകനായ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സുഖമില്ലാതെ കിടന്നു വീട്ടിൽ. ഒരിക്കൽ അദ്ദേഹത്തിന് മലമൂത്ര വിസർജനത്തിന് ആവശ്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയപ്പോ അറിയാതെ വലത് കാലാദ്യം കയറിപ്പോയി. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ കരഞ്ഞു. അറിയാതെ വലത് കാലാദ്യം കയറിപ്പോയി. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ കരഞ്ഞു. എന്താ? പേടിച്ചിട്ട്. അല്ലാഹുവേ, എനിക്ക് പേടിയാവുകയാണ്. മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലത്തിന്റെ വലത് കാലുകൊണ്ട് ഞാൻ കയറിപ്പോയെന്ന് പറഞ്ഞ് നിലവിളിച്ചു പോയല്ലാ. നമ്മളോ പ്രിയപ്പെട്ടവരെ, നമുക്ക് പള്ളിയോട് പേടിയില്ല, ഖുർആനിനോട് പേടിയില്ല, ഒന്നിനോടും പേടിയില്ല. ആ പേടിയില്ലാത്തത് കൊണ്ടാണ് നരകത്തിന്റെ ഭയം നമ്മുടെ കൽബിൽ വരാത്തത്. ആർക്കാണ് ആ പേടിയുള്ളത്? ആർക്കാണ് ആ പേടിയുള്ളത്? എന്റെ സഹോദരിമാര് ചിന്തിച്ചു നോക്കിയേ. ഖുർആൻ ഓതുമ്പോ കോട്ടുവായ വിടുന്നു, കാല് നീട്ടിയിരിക്കുന്നു. ഖുർആൻ നിവർത്തി വെച്ച് കോള് വരുമ്പോ സംസാരിക്കുന്നു. ഖുർആൻ അങ്ങനെ തന്നെ നിവർന്നിരിക്കുന്നു. പണ്ട് എങ്ങനാണോ ഖുർആൻ ഓതിയിരുന്നത്? എത്ര ഭയഭക്തിയോടെ, എത്ര തഖ്വയോടെ. അല്ലാഹുവേ, പണ്ടുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഖുർആനിന്റെ അർത്ഥം അറിയില്ലെങ്കിലും അവർ കരയുമായിരുന്നു. അറിഞ്ഞൂടെങ്കിലും അവർ കരയും. പണ്ടുള്ള ഉമ്മമാര് അല്ലെ, ഒന്നും അറിയില്ല. ഖുർആൻ എന്ത്, അള്ളാഹുവിന്റെ ഖുർആനാണ്, കലാമാണെന്ന് അറിയാം. യാസീന്റെ അർത്ഥം ഒന്നും അവർക്കറിയില്ല. പക്ഷെ അവർ യാസീൻ എടുത്ത് വെച്ച കരയും. യാസീനകത്ത് എന്ത് പറയുമെന്ന് അവർക്കറിയില്ല. എങ്കിലും ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്ന് അവർക്കറിയാം. നബി തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്ന പോലെ നിങ്ങൾ അഭിനയിക്കണം ദുആ ചെയ്യുമ്പോഴെന്ന്. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അല്ലാഹുവേ, കുഞ്ഞിനത്തെ അല്ലാഹ് രോഗം മാറ്റിത്താ, ഇങ്ങനെ കരഞ്ഞ് താഴ്മയോടുകൂടി പറയണം. ഇത് ഞങ്ങൾ വലിയ ചാപ്പാടൊക്കെ കഴിച്ചാകുമ്പോ ഇത് ആർക്ക് ദുആ? ഇത് ആർക്ക്? എത്ര ഏമ്പക്കം വേണ്ടിട്ടാണ് നമ്മൾ ദുആരക്ക? ഇത് ആർക്കാ? അല്ലേ? സഹോദരിമാര് വീട്ടിൽ കാണിക്കുന്നത് എന്താ? യാസീൻ ഓതുമ്പോ അല്ലേ, ആട്ടിനെ പിടിച്ചെട്ടാൻ പോകുമ്പോഴും അമ്മാന ചെല്ലാനും നടക്കും. അതിന്റെ ഇടയിൽ നടക്കും. വീട്ടിലകത്ത് അടുക്കളയിൽ ഗ്യാസ് കത്തിക്കുമ്പോഴില്ലേ ഇതുപോലെ അടുക്കള ജോലി ചെയ്യുമ്പോഴും ആടിനെ കുളിപ്പിക്കുമ്പോഴും വീട്ടുപണി ചെയ്യുമ്പോഴും ഒക്കെ യാസീൻ ഇങ്ങനെ ഓതുകയാണ്. എന്തും നമുക്കറിയില്ല. പണ്ടുള്ളവർ എങ്ങനെ യാസീൻ ഓതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മാമാരെ കണ്ടല്ലോ, എന്ത് ഭംഗിയിൽ ഓതും. അക്ഷരത്തിന്റെ ഒക്കെ ഉണ്ടാവും, പക്ഷെ അവർ ഓതി തീരുമ്പോ കരയും. എന്താണ് അവർക്ക്? പക്ഷെ അവരുടെ യാസീൻ അള്ളാഹു സ്വീകരിക്കും. കാരണം എന്താ? അവരുടെ ഖൽബ്. ഇതൊരു വലിയ സംഭവമാണ് റബ്ബേ, എനിക്ക് അറിയില്ല അതിന്റെ അർത്ഥം. പക്ഷേ ഇന്ന് ഞങ്ങൾ പേടിച്ചിട്ടാണ് തോന്നുന്നവർക്കറിയാം. ഇന്ന് നമ്മൾ യാസീൻ ഓതുമ്പോ തമാശ പറയുന്നു, ചാരിയിരുന്ന് നുണ പറയുന്നു, ഖുർആൻ നിവർത്തി വെച്ചിട്ട് തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അടുക്കള ജോലിയും അന്താരാഷ്ട്ര ജോലിയൊക്കെ യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നു. നമുക്ക് പേടിയില്ല. പണ്ടത്തെ പള്ളിയോ, പണ്ടത്തെ പള്ളികളിൽ അകത്തിരുന്ന ഭൗതികമായ ഒരു വർത്തമാനം പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. ഉസ്താദ് ജുമയ്ക്ക് പ്രസംഗിപ്പോ ഷാജാൻ ഉസ്താദിന്റെ ഒക്കെ ജുമാ പ്രസംഗം കൊണ്ട് എത്രയോ മാറ്റം ഇവിടെ ഉണ്ടായി. ആ ഉസ്താദ് ജുമയ്ക്ക് പ്രസംഗിക്കുമ്പോ പറയും, പള്ളിക്കകത്ത് ഭൗതിക വർത്തമാനം പറഞ്ഞാൽ നിങ്ങളുടെ 40 ദിവസത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന. പള്ളിക്കകത്തിരുന്ന ദുനിയാവിന്റെ കാര്യം സംസാരിച്ച സഹോദരിമാര് പറയാം, അപ്പൊ നമ്മൾ പള്ളിയിൽ പോകാത്ത ഭാഗ്യം, നിങ്ങൾ പോയിരുന്നെങ്കിൽ പരലോകത്തിലും ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് തന്നെ ഇത് തന്നെ ആയിരിക്കും ജോലി. അപ്പോ 40 ദിവസത്തെ അമല് നഷ്ടപ്പെടുമെന്നാണ്. ഇത് പറഞ്ഞു തീർന്ന ഉസ്താദ് ജുമാനസ്കാരം കഴിഞ്ഞ് സലാം വിട്ടിട്ട് അവിടെ ഇരിക്കുമ്പോ പുറകിലിരിക്കുന്ന നാട്ടിലെ പ്രധാനപ്പെട്ട ചില മൊയിലാളിമാരുണ്ടാവും. ഉസ്താദെ, വീട്ടിലെന്താ വിശേഷങ്ങളുണ്ട്? പള്ളിക്കകത്തായിരുന്നു, മിഹ്റാബിന്റെ അടുത്ത് തന്നെ. ഉസ്താദ് ഇവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഉസ്താദിന്റെ ജോലി പോകും. മറുപടി കൊടുത്താൽ 40 ദിവസത്തെ അമലും പോകും. കാരണം ഇത് ഏറ്റവും വലിയ ഡെപ്യൂട്ടി കോൺഗ്രസറുടെ മക്കളായിരിക്കും ഫ്രണ്ട് ഇരിക്കണം. അവരിങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചാൽ മറുപടി കൊടുത്തില്ലെങ്കിൽ പറയും, എന്നാ അഹങ്കാരോടെ മൊയിലാർക്ക് ഇപ്പൊ വലിയ വശമായി പോയി പറയും.
അതുകൊണ്ട് ഇതിന് മറുപടി കൊടുക്കണം. ആകെ കുഴയും. 40 ദിവസത്തെ അമല് പോയാലും കുഴപ്പമില്ല, ഞാൻ രാത്രി ഒറ്റയ്ക്കിരുന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച് കിട്ടിക്കോളാം, ജോലി പോയ ഇത്രയും നല്ല ബന്ധമുള്ള ജോലി കിട്ടാൻ പാടാ, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പോകാൻ പറയേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്നാൽ ഈ കോന്തന്മാര് മനസ്സിലാക്കണ്ടേ, ഈ പാവപ്പെട്ട ഉസ്താദ് പറഞ്ഞ സ്വഹിയായ ഹദീസാണ്, നമ്മൾ പേടിക്കണം. അവർക്കൊന്നും വിഷയമില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പള്ളിക്ക് വേണ്ടിയിട്ട് അവളൊക്കെ ഉണ്ടായി കൊടുത്ത് കുറച്ച് പൈസ കൊടുത്തിട്ട് പിന്നെ അടിച്ച് വല്ലപ്പെടാറ് വലിയ പെരുന്നാളാകുമ്പോൾ 2 പോത്തിലേക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അള്ള ഡയറക്റ്റ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന. ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. സ്വർഗം അല്ലാഹു സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനേ പറ്റൂ. നമ്മൾ ഒരു അമലും അള്ളാഹ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുപോയി കച്ചവടം നടത്തും? അതിന് എന്ത് ക്വാളിറ്റിയാണ് നമ്മുടെ ഇബാദത്തിനുള്ളത്? നിങ്ങൾ ആലോചിച്ചേ. അള്ളാഹു സ്വീകരിക്കാൻ പറ്റുന്ന എന്ത് ക്വാളിറ്റിയാണ് നമ്മുടെ നിസ്കാരത്തിനുള്ളത്, നമ്മുടെ നോമ്പിനുള്ളത്? ഒന്നുമില്ല. പടച്ചോ നമ്മുടെ ഖൽബ് കണ്ടിട്ട് സ്വീകരിക്കണം, അത്ര തന്നെ ഉള്ളൂ. അതിന് പേടി വേണം, അതിന് ഖൗഫ് വേണം. ഇന്ന് അങ്ങനെയുള്ള പള്ളികളിൽ കയറിയാൽ പേടിച്ചിരുന്നു പണ്ടുള്ള ആളുകൾ. എല്ലാവർക്കും ഭയമായിരുന്നു. പള്ളിക്കകത്ത് കയറിയാൽ പിന്നെ മിണ്ടില്ല. ഇന്ന് ആ പള്ളിക്കകത്ത് പുതിയവും കത്തിക്കുത്തും അടിയുമല്ലേ. പള്ളിയുടെ വിഷയങ്ങളിലല്ലേ ഏറ്റവും അധികം കൊലപാതകം ഇന്ന് നടക്കുന്നത്. പള്ളിക്കകത്ത് നിലവിളിയാണ്. എന്നിട്ട് കള്ളു കുടിച്ചുകൊണ്ടാണ് ചില ആളുകൾ കമ്മിറ്റി സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കള്ളു കുടിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ വെളിയിൽ നിറക്കം ഗുണ്ടകളെ പൊതുയോഗത്തിൽ അടിയുണ്ടാക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ ജനങ്ങൾ പറയും, നീ കള്ളു കുടിച്ചവനാണ്, ഇരിക്കടാ അവിടെ. അവൻ പറയും, എന്റെ വയറ് നിറച്ച് കല്ലാണെങ്കിലും ഖൽബ് നിറച്ച് ഈമാനാണ്. ഈ വിവരം കേട്ടവൻ അവനെ പള്ളിക്കകത്ത് കയറ്റി അലങ്കോലമാക്കും. പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് ചാരിയിരുന്ന് വീട്ടുവർത്തമാനങ്ങൾ പറയാനുള്ള നുണയുടെ സങ്കേതമായി മാറുന്നു. പേടിയില്ലാത്തത് കൊണ്ടാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ പേടിയുണ്ടോ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, ഒരു സഹോദരന്റെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കൂടെ നടന്നുകൊണ്ട് ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്നെ അല്ലാഹു സ്വർഗത്തിലാക്കാമെന്ന് നിനക്ക് വാക്ക് തന്നിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല തങ്ങളെ. എന്തേ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? നിന്റെ ചിരി കണ്ടപ്പോ എനിക്ക് തോന്നിയത് അല്ലാഹു നിനക്ക് സ്വർഗം ഉറപ്പിച്ചു എന്ന് തോന്നലാണ്. എങ്ങനെയാണ് മനുഷ്യ ഈ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ നിനക്ക് ചിരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ അകത്ത് ആ ഭയം വരണം. നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഖുർആൻ നമ്മുടെ കണ്ണീര് കൊണ്ട് നനയണം. നമ്മുടെ മുസല്ല നമ്മുടെ കണ്ണീര് കൊണ്ട് നനയണം. നമ്മുടെ വീട് പ്രാർത്ഥന നിർഭയമായ മനസ്സുണ്ടായ ഒരു വീടായി മാറണം. സ്വലാത്തുന്ന ഖുർആൻ ഓതുന്ന യാസീൻ ഓതുന്ന വീടായി നമ്മുടെ ഭവനം മാറണം. അവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു തരുന്നത്. ആ ഭയത്തിലേക്ക് നമ്മൾ മടന്നു വരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ ബക്കർ സിദ്ദീഖ് ജിബ്രീൽ കാവലിനെ ചോദിച്ചത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ കാവലിനെ ചോദിച്ചത് പറഞ്ഞു. അവിടെ മുതൽ തുടങ്ങാ. ആരൊക്കെ എങ്ങനെയാണ് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചതെന്ന് തുടങ്ങാ. എന്നിട്ട് അല്ലാഹുവിനോട് നമുക്കും കാവലിനെ ചോദിക്കാം. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീയാറിൽ, അതിനെ കിട്ടിയിട്ടവൾ പട്ടിണി കിട്ടന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീയാറിൽ, അതിനെ കിട്ടിയിട്ടവൾ പട്ടിണി കിട്ടന്നു കൊല്ലുന്നേ, നരകം റബ്ബ് നൽകുന്നേ. ഒരു പൂച്ചയെ പട്ടിണിക്കിട്ട് വന്നപ്പോ ചെയ്തു പോര അമലുകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് പെണ്ണേ നിനക്ക് നരകമാ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിഞ്ഞു എന്ന് ബനി ഇസ്രായീലിന്റെ കഥ പറഞ്ഞുകൊണ്ട് മുത്ത റസൂൽ വിശദീകരിക്കുമ്പോ പേടിക്കണേ, പേടിക്കണേ. വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഖുർആനിന്റെ കടലാസിൽ ചവിട്ടിയത് കൊണ്ടാണോ? നിസ്കാരം മനഃപൂർവ്വം കളാക്കിയത് കൊണ്ടാണോ? ഉമ്മയെ വെറുപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞത് കൊണ്ടാണോ? ഏത് വിടവിലൂടെയാണ് അല്ലാഹു കപ്പിയാളുന്ന നരകത്തെ നമ്മുടെ തലയിലേക്ക് വെച്ച് തരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ സെക്കൻഡും പേടിച്ചോ, ഓരോ നിമിഷവും ഭയപ്പെട്ടോ, ഓരോ സെക്കൻഡിലും ഉരുകി പടച്ചവനോട് ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അന്ത ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലാണ്, നീ സ്വർഗ്ഗത്തിലാണ് അബൂബക്കറേ, നീ സ്വർഗ്ഗത്തിലാണ് അബൂബക്കറേ, നീ സ്വർഗ്ഗത്തിലാണ്. എത്ര സന്തോഷത്തോടു കൂടിയാ പറഞ്ഞേ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സമാധാനമില്ല. ആരാ പറഞ്ഞത് സ്വർഗ്ഗത്തിലാണെന്ന്? സംഘടനാ നേതാവല്ല,
നമ്മുടെ സ്വാധീനവും നമ്മുടെ സമ്പത്തും ആഗ്രഹിക്കുന്ന നമ്മുടെ നേതാക്കന്മാരല്ല. വമാ യംദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത നബിയെ മുഹമ്മദ് മുസ്തഫ, പടച്ചവന്റെ വഹി മാത്രം സംസാരിച്ചിരുന്ന റസൂല് പറയുന്നു നീ സ്വർഗത്തിലാണ്. എത്ര ഭാഗ്യവാനാണ് ആ വാക്ക് കിട്ടിയാൽ. ആ വാക്ക് കിട്ടിയാ പിന്നെ പേടിക്കാനുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൊണ്ട് പറഞ്ഞതല്ലേ. മുത്തു റസൂൽ എങ്ങനെ വെറുതെ പറയോ? എത്രയോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഓർഡർ ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കഴിഞ്ഞില്ല. എത്ര മഹാനാണ്, എത്ര തഖ്വയുള്ളവനാണ്. ആ ബഹുമാനപ്പെട്ടവർ ഏറ്റവും അധികം പാടി കരഞ്ഞു പോയത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. നിന്റെ സ്വർഗത്തിന് എനിക്ക് യോഗ്യതയില്ല അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, എത്ര വിശാലമാണ് റബ്ബേ സ്വർഗം, എത്ര സൗന്ദര്യമുള്ളതാണ് അല്ലാഹ് സ്വർഗം. കൊട്ടാരങ്ങളും അരുവികളും സ്വർണ്ണക്കുപ്ത കോട്ടകളും ഒക്കെയുള്ള ആ മനോഹരമായ സ്വർഗത്തിലേക്ക് കടക്കാ ഈ പാവപ്പെട്ട അബൂബക്കറിന് യോഗ്യതയില്ല അല്ലാഹ്. ആരാണ് പറയുന്നത്? വിശന്ന് 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 പട്ടിണിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ കഴിയാതെ തളർന്നിരിക്കുമ്പോ ഒരു അടിമ സ്ത്രീ കൊണ്ടുവന്ന് കൊടുത്തു കുറച്ചു പാല്. അത് കണ്ടപ്പോ വിശപ്പിന്റെ ആർത്തിയോടുകൂടി അത് വാങ്ങി കുടിക്കുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കുടിച്ചപ്പോഴാണ് ചിന്തിക്കുന്നത്, അല്ലാഹ് ഞാൻ ഈ കുടിച്ചത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിച്ചില്ലോ. ആ പെണ്ണിനോട് ചോദിച്ചു, എവിടെന്നാണ് പെണ്ണെ ഈ പാല് കിട്ടിയത്? വടിയിലിരിക്കുന്ന ജോത്സ്യപ്പണിക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് മറുപടി പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് തന്റെ കൈ വാക്യകത്തേക്ക് കടത്തി കൊണ്ടുപോയിട്ട് അല്ലാഹുവേ കുടിച്ച പാല് മുഴുവനും പുറത്തേക്ക് ഛർദിച്ചിട്ട് കുടല് പോലും രക്തം പോലും പുറത്തു വരുന്ന രീതിയിൽ ഛർദിപ്പിച്ച് കളഞ്ഞിട്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. നിന്റെ സ്വർഗത്തിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് യോഗ്യതയില്ല പടച്ചവനെ, യോഗ്യതയില്ല. വലാ ഖുവാ അലാ നാരിൽ ജഹീമി. നിന്റെ നരകത്തിന്റെ ചൂടുതാകാൻ ഈ പാവപ്പെട്ട അബൂബക്കറിനെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവേ, ലോകത്ത് മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു ത്രാസിൽ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റൊരു ത്രാസിൽ വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരമുണ്ടാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു ത്രാസിൽ, എല്ലാവരും സ്വലീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും മറ്റ് ഒറ്റ ത്രാസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ. അങ്ങനെ തൂക്കി നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരം കൂടുന്നതെന്ന് പറഞ്ഞത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളോ, അത്രയും വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ രാത്രി ഉറക്കം വരുന്നില്ല. നരകത്തിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ്, നരകത്തിന്റെ ഭയപ്പെടുത്തുന്ന ചിന്തകളാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നലെ രാത്രി ഒരു കൂട്ടുകാരൻ ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ചു തന്നു, ഉസ്താദേ ഇതൊരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരനാണ്, ഈ പെണ്ണൊരു മുസ്ലിം പെണ്ണാണ്, അവർ രണ്ടുപേരും സെൽഫി എടുത്തിരിക്കും. എങ്ങനെയാണ് പുതിയ സെൽഫിയുടെ രീതി? എങ്ങനെയാണ് പുതിയ സെൽഫി? എങ്ങനെയാണ്? കവിള്, പെൺകുട്ടിയുടെ കവിള് കാമുകന്റെ കവിളിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ടൊരു സെൽഫി, അതിനാണ് ഇപ്പോ പ്രാധാന്യം. ആ പെണ്ണ് നല്ലതുപോലെ ഇങ്ങനെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അല്ല മൊത്തം ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഈ കവിളിന്റെ ഭാഗം കാമുകന്റെ ക്രിസ്ത്യൻ സഹോദരന്റെ കവിളിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സെൽഫി. ചിലപ്പോ അവൻ പറഞ്ഞിട്ടുണ്ടാവും ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞപ്പോ അവള് സമ്മതിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടാവും നിനക്കെന്നെ വിശ്വാസമില്ല. അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറയരുത്, എനിക്ക് വിശ്വാസമാണ്. അപ്പൊ അവൻ പറഞ്ഞു എന്നാ ഒരു സെൽഫി. ആദ്യം അങ്ങനെയാണ് തുടങ്ങുക, സെൽഫിയിലൂടെ. അങ്ങനെ ഒരു സെൽഫി എടുത്തു. ആ സെൽഫി അവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ഈ പ്രിയപ്പെട്ട സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്?
ജനങ്ങളെല്ലാവരും പറഞ്ഞു, ഇന്ന് ആ പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലാണ്. വാപ്പയും ഉമ്മയും കൊടുത്തത് കൂടിപ്പോയത് കൊണ്ടാണ്. പട്ടിണിയായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക് എന്ത് കുറവ്? ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ മുഴുവനും അല്ലാഹുവേ, മക്കൾ എന്ന് പറഞ്ഞ ജീവനാണ്. ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യത്തെ കടല് കിടന്ന് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ആ വിദേശ രാജ്യത്തെ സഹോദരങ്ങൾ അവർ പഠിക്കണം, ഇത് അവർ മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഭാര്യയും മക്കളും ഒന്നും അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാം നഷ്ടപ്പെട്ട പ്രവാസികളായി അവരെ അലഞ്ഞു തിരിയുന്ന പ്രാപ്തരായി മാറുന്നത് സഹിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ പെൺമക്കളുടെ അവസ്ഥ എങ്ങനെ വളരെ വളരെ മോശമാണ്. അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അവർ പറയുന്നതെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്ത് അവരെ വഷളാക്കരുത്. വല്ലാത്ത അവസ്ഥയാണെന്നുള്ളത് ഇത് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് സങ്കടം തോന്നരുത്. മക്കളെ, നിങ്ങൾ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മാണിക്യ മുത്താണ്. നിങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം തരുന്നത്, വലിയ വിലയാണ് നിങ്ങൾക്ക് ഇസ്ലാം തരുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പൊന്നുമോളോടെ പ്രസക്ത കേട്ടോ, നിങ്ങള് കാണാതെ പഠിച്ചത് 2 വരിയാണ് പറഞ്ഞതെങ്കിൽ പോലും അത്ഭുതം തോന്നിപ്പോയി. പറഞ്ഞതിൽ എത്രയോ കാര്യമുണ്ട്. ആരെങ്കിലും എഴുതി കൊടുത്ത് പഠിപ്പിച്ചതാണെങ്കിൽ പോലും ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും, ഉസ്താദിന്റെ പ്രസംഗത്തിന് മുമ്പ് 2 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരും. എന്നാ മോള് ചോദിച്ചില്ലേ, മാഷാ അല്ലാ, അള്ളാഹു അമ്മക്ക് ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലേ, 2 മിനിറ്റ് ഒന്നും സംസാരിക്കാൻ ചോദിച്ചില്ല. ഇത്രയും ജനങ്ങളുടെ മുമ്പേ ആ മോളത് സംസാരിച്ചപ്പോ പറഞ്ഞ വാക്കിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചോ? ഞങ്ങളെ നശിക്കുന്നതിന്റെ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞു ആ മക്കൾ. ശരിയല്ലേ? ശരിയല്ലേ? നമ്മളല്ലേ അവരെ നശിപ്പിച്ചത്, നമ്മളല്ലേ അവരെ മോശക്കാരാക്കിയത്, നമ്മളല്ലേ അവരെ തകർത്തത്, നമ്മളല്ലേ അവരെ ഇല്ലാതാക്കിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 50,000 സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പെണ്ണ് കെട്ടാൻ വേണ്ടി മുസ്ലിമായ ആളല്ല, അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചിട്ട് മുസ്ലിമായ ആളാണ്. ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. 50,000 സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകനോടൊത്ത് ഹിജ്റ പോയപ്പോൾ 40,000 സ്വർണ്ണ നാണയമായി മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ തറക മാലം വലാ ശൈആ. എന്റെ പ്രിയപ്പെട്ട പിതാവ് ഒരു തുണ്ട് കർച്ചീഫ് പോലും സ്വന്തമായിട്ടുള്ളതായി ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല. എല്ലാം ആരംഭ റസൂല് പറയുന്നതിന് വേണ്ടി കൊടുത്തുപോയി, എല്ലാം ദീനിനു വേണ്ടി കൊടുത്തുപോയി. അവസാന സമയത്തും ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, വലാ ഖുവാ അലാ നാരിൽ ജഹീമി. ആ നരകം താങ്ങാനുള്ള കഴിവ് എനിക്കില്ല റബ്ബേ, ആ നരകം താങ്ങാനുള്ള ശക്തി എനിക്കില്ലല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ സംഭാവന ചെയ്ത ഒരു സഹാബിയുണ്ടോ? ഇതുപോലെ സുരക്ക ചെയ്ത ഒരു സഹാബിയുണ്ടോ? ഇതുപോലെ പ്രവാചകൻ ചങ്കിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു സുഹൃത്തുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു, എനിക്ക് റബ്ബ് കഴിഞ്ഞാ പിന്നെ ഏറ്റവും അധികം ഇഷ്ടം എന്റെ അബൂബക്കറിനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖലീഫയായപ്പോ അതിന്റെ ചുറ്റുവട്ടത്തുള്ള സഹോദരിമാര് പരസ്പരം പറഞ്ഞു, ഇനി ഞങ്ങളുടെ ആടിനെ കറക്കാൻ അബൂബക്കർ വരില്ല, ഇനി ഞങ്ങളുടെ ആടിനെ കറക്കാൻ അബൂബക്കർ വരില്ല. അബൂബക്കർ ഖലീഫയല്ലേ, രാജാവല്ലേ. ഈ വർത്തമാനം കേട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തരന്തേ, ഖലീഫയായതുകൊണ്ട് എന്റെ ജീവിതത്തിന് മാറ്റം വരൂല, എന്റെ വസ്ത്രത്തിന് മാറ്റം വരൂല, എന്റെ ഭക്ഷണത്തിന് മാറ്റം വരില്ല, ഞാൻ തന്നെയായിരിക്കും ഇന്നു മുതലും നിങ്ങളുടെ ആടുകളെ കറക്കുന്നതെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നരകത്തെ പേടിച്ച് ഇത്ര കരഞ്ഞതെന്തിനാ? ആരെ വേണമെങ്കിലും അല്ലാഹു നരകത്തിൽ വലിച്ചെറിയാ. ആ പേടിയുള്ളത് കൊണ്ടാണ്, ആ ഭയമുള്ളത് കൊണ്ടാണ് പൊട്ടി പൊട്ടി കരഞ്ഞു പോയതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കരയേണ്ടത് ചെയ്തു വെക്കുന്ന തെറ്റുകൾക്ക് കണക്കുണ്ടോ? പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫസാദുകൾക്ക്, ഈവത്തുകൾക്ക് കണക്കുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്ല് കഴുകി വാക്കികത്തിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ആരോടെങ്കിലും ഇഷ്ടമില്ലാത്ത വർത്തമാനം പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് നടക്കുമായിരുന്നു. കല്ല് കഴുകി വാക്കികത്തിട്ടുകൊണ്ട് നടക്കും, ആലോചിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി.
ആലോചിച്ചിട്ട് വർത്തമാനം പറയാൻ വേണ്ടി പേടിയായിരുന്നു അവർക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പറയണം. എത്ര ഇരട്ടപ്പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ? ഇരട്ടപ്പേരെന്നാണ് പറയാ. ഒരാൾക്ക് കളിയാക്കാൻ വേണ്ടി ഒരു പേരുണ്ടല്ലോ, പെട്ടോത്തി സൈനബ, തക്കാളി സുബൈർ, ഭദ്രകാളി സൈനമ്പി അല്ലേ? അതുപോലെ ഓരോ പേരുകൾ ഇട്ടിട്ട് വിളിക്കും. പ്രത്യേകിച്ച് അമ്മായിമാർക്ക് മരുമക്കളാണ് കൂടുതൽ പേരിടുന്നത്. പിന്നെ അധ്യാപകർക്ക് പേരിടും. അതുപോലെ നാട്ടിലുള്ള പുതിയ പുതിയ ഖത്തീബ് വരുമ്പോ അവിടുത്തെ യുവാക്കൾ, ന്യൂ ജനറേഷൻ യുവാക്കളുണ്ട്, ബ്രോ ആയിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് യോ ആയിട്ട് നടക്കുന്ന യുവാക്കൾ പുതിയ ഉസ്താദിന് ഒരു പേരിടും. അവർക്ക് സ്റ്റൈലാണ്. അവർക്കൊന്നും അറിയണ്ട. അവർക്കെന്തോ അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർ അള്ളാഹു നരകത്തിന്റെ മലക്കുകളായിട്ട് അങ്ങ് മാറ്റുമെന്നാണ്. കാരണം അവന്റെ കോലം കണ്ട ആ രീതിയിലല്ലേ ഇരിക്കുന്നത്, സബാനിയത്തിനെ പോലെ. അവന്റെ തലയും മുടിയും പേക്കോലവും ബ്രാൻഡ് എഴുതി വെച്ചിരിക്കുന്ന വസ്ത്രവും അടിവസ്ത്രം പാനിന്റെ മുകളിലാണ് ഇപ്പൊ ഇടുക. സുജൂദി പോകുമ്പോ കമ്പനി എഴുതി കാണിക്കും വെളിയിൽ. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോ അവർ വിചാരിക്കുന്ന പരലോകത്ത് പ്രത്യേകിച്ച് പരിഗണന കിട്ടുമെന്നാണ്. ഈ കോലത്തിലൊക്കെ അള്ളാഹുവെ എങ്ങനെയാണ് വക്യോൾ തൂറ് തലയിരിക്കണവരാണ് പുതിയ മോഡൽ. തല ഇങ്ങനെ ഇരിക്കും. പശു എല്ലാം കാണാൻ ഇങ്ങനെ നക്കി കടിച്ചു പോകുന്നത്. ആ രീതിയിൽ ജീവിക്കണവരുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഭാര്യയുടെ അടുത്ത് കിടക്കുമെന്ന് ആലോചിച്ച് നോക്കിയ ഭാര്യ ഇക്കാ എവിടെ തപ്പി നോക്കേണ്ടി വരും രാത്രി. ഏത് കോലത്തിലാണ് കിടക്കുക? ഇക്ക എവിടെയാണോ ഉണ്ടോ? ഉണ്ടല്ലോ. ഇങ്ങനെ മുടി ഇങ്ങനെ മാറ്റി നോക്കണം. ഈ കോലത്തിലാണ് കുറെ ആണുങ്ങൾ അല്ലേ? അല്ലാഹുവേ എവിടെയാണ് പോണെന്ന് അറിയാൻ പോയി ആലോചിക്കുമ്പോ സങ്കടമാണ് അല്ലേ? വെറുതെ ഈ റോഡിലൊക്കെ നിൽക്കുമ്പോ എറണാകുളം കൊച്ചിയിലൊക്കെ ഇപ്പൊ പകൽ സമയത്ത് നിന്നാ കാണാൻ പറ്റും. കുറെ ആൾക്കാർ ഇങ്ങനെ ഇവിടം വരെയുള്ള തൊട വരെയുള്ള ബെർമൂഡയും ഒരുമാതിരി ഒരു കൂറ സാധനം ഒരു 15 രൂപ കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് 2 ഹെഡ്സെറ്റും ചെതിക്കകത്ത് വെച്ച് ഇത്രയുള്ള മൊബൈൽ നിൽക്കണാണ്. ഇത് എന്ത് കോലാണ്? ഇത് എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആരിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇവനൊന്നും വണ്ടി ഇടിക്കത്തില്ല. ആരെങ്കിലും നിസ്കരിച്ചിറങ്ങി പോകുമ്പോൾ വണ്ടിയിൽ ഓരോന്ന് ഇടിച്ചാവും മരിക്കും. ഇവരൊക്കെ റോഡ് സൈഡിൽ നിന്നാൽ ഒരു ലോറിക്കാരൻ അവരിടിക്കേണ്ട കാര്യം. അവരങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ തന്നെ വളരെയും ചെയ്യും. ഒരു പ്രശ്നമില്ല. ഇവരൊക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ വളരുക? ഇവര് ഇങ്ങനെ മരിച്ചാൽ എങ്ങനെ കൊണ്ടുവന്ന് അടക്കും? നിങ്ങൾ ആലോചിച്ച്. അല്ലാഹുവേ പടച്ചവനെ ഉമ്മത്തിനെ കാക്കണേ റഹ്മാനേ, കാക്കണേ തമ്പുരാനേ. സാധു പറയുന്നവർ, ഈബത്ത് പറയുന്നവർ, കുടുംബ പ്രശ്നമുണ്ടാക്കുന്നവർ, കല്യാണം മുടക്കുന്നവർ, അനാവശ്യങ്ങൾ പറയുന്നവര്, അവര് പേടിക്കണം കേട്ടോ. സൂക്ഷ്മതയുടെ രാജകുമാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാത്ത രാത്രിയില്ലായിരുന്നു. എന്തേ അവര് പേടിച്ചത്? നിങ്ങളെ പോലെ അവര് ചിന്തിച്ചില്ല. നിങ്ങൾ പറയുന്നത് നരകത്തിൽ 1 സെക്കൻഡ് കൊണ്ട് ഞങ്ങളൊക്കെ കരിഞ്ഞു പോവില്ലേ ഉസ്താദേ, കരിഞ്ഞു പോവില്ലേ? ദുനിയാവിന്റെ തീയുടെ ശക്തി നിന്ന് എത്രയോ ഭയാനകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 6ാം വാർഡില് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു കൂട്ടുകാരന്റെ ഉപ്പ വാഹനാപകടത്തിൽപ്പെട്ടപ്പോ കാണാൻ പോയതാണ്. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോ ഒരു സഹോദരൻ വന്നു പറഞ്ഞു, ഉസ്താദേ അവിടെ സാരി കൊണ്ട് മറച്ചു കിടത്തിയിരിക്കുന്ന ഒരു രോഗിയുണ്ടെന്ന് വന്ന് കണ്ടിട്ട് പോകണം. നിങ്ങൾക്ക് പ്രസംഗത്തിൽ പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു പ്രിയപ്പെട്ട മകന്റെ അടുത്തിരുന്നു കൊണ്ട് ഉമ്മച്ചി ഇങ്ങനെ വീശൊറി കൊണ്ട് ഇങ്ങനെ വീച്ചു കൊടുക്കുകയാണ്. സാരി കൊണ്ട് മറച്ചിരിക്കുന്നു. അല്ലാ, ആ സാരിയുടെ ഭാഗം അങ്ങോട്ട് മാറ്റി നോക്കുമ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ നെഞ്ചു മുതൽ കടുത്തു ഈ ഭാഗം വരെ വെന്തുരുകിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അവന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. മുഖത്ത് സംഭവിച്ചു പോയ ആ തീക്കട്ടയുടെ പേരിൽ അവൻ കഷ്ടത അനുഭവിക്കുകയാണ്. അല്ലാഹുവേ ഇതെങ്ങനെ സംഭവിച്ചവ ചോദിച്ചപ്പോ പറഞ്ഞതാ, വീട്ടിൽ ഒരുപാട് അതിഥികൾ വന്നപ്പോ ചാരയിട്ട് കൊടുക്കാൻ വേണ്ടി തിളപ്പിച്ച വെള്ളം, ആ വെള്ളം അവന്റെ ശരീരത്തിലേക്ക് ചരിഞ്ഞു വീണതാണ്. അന്നം മുതൽ നെഞ്ചിന്റെ ഈ ഭാഗം വരെ വെന്തുരുകിപ്പോയി. റബ്ബേ, ഇത് ദുനിയാവിന്റെ തീയല്ല. ദുനിയാവിന്റെ തീ കൊണ്ട് നിർമ്മിച്ച വെള്ളത്തിന്റെ ശക്തിയാണെങ്കിൽ അല്ലാ, നരകത്തിന്റെ ചൂടത്രയായിരിക്കും. റബ്ബേ, വെറുതെയാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞത്? വെറുതെയാണോ മഹാന്മാര് തൗബ ചോദിച്ചത്, നിലവിളിച്ചത്, കാവലിനെ തേടിയത് വെറുതെയാണോ? എന്റെ വടുതലയിലെ പെങ്ങളെ, ദുനിയാവിന്റെ ചൂട് കൊണ്ട് തിളപ്പിച്ച വെള്ളത്തിന്റെ ശക്തി പോലും താങ്ങാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് ഇവിടത്തെ ഒരു ചെറിയ തീക്കട്ടയുടെ 70 ഇരട്ടിയാണ് നരകത്തിന്റെ ചെറിയ തീക്കൊള്ളി എന്ന് പഠിപ്പിച്ച റസൂലേ. എങ്ങനെയാണ് നമ്മൾ സഹിക്കുക? എങ്ങനെയാണ് നമ്മൾ താങ്ങുക? അതുകൊണ്ടാണ് നിങ്ങൾ കരുതിപ്പോയത്
നരകത്തിലേക്ക് നമ്മളെ വലിച്ചെറിയുമ്പോ പെട്ടെന്ന് തന്നെ കരിഞ്ഞങ്ങ് പോവൂലേ? വലിയ ദുനിയാവിന്റെ തീയിട്ടിട്ട് അതിന്റെ അകത്തേക്ക് ചെറിയ എന്തെങ്കിലും കടലാസോ പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് കൊടുക്കുമ്പോ അതങ്ങ് കത്തിയെരിഞ്ഞു പോകുന്ന പോലെ ആ വലിയ ആളിക്കത്തുന്ന നരകമല്ലേ? എത്ര കത്തിയാലും ചൂടാറാത്ത നരകമല്ലേ? ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ശക്തി കൂടുന്ന നരകമല്ലേ? ആ നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിയുമ്പോ അത് പെട്ടെന്ന് അങ്ങ് കത്തിത്തീരുമല്ലോ, പിന്നെ നമ്മളൊന്നും അനുഭവിക്കണ്ടല്ലോ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹത്താ യകൂന മഖഅദഹു മിസ്ലമാ ബൈന മക്ക വ മദീന. നരകത്തിൽ കിടക്കുന്ന തിമ്മാടിയായ ധിക്കാരിയായ വ്യഭിചാരിയായ കള്ളുകുടിയനായ താന്തോന്നിയായ ആഭാസനായ കുഫാറായ മുശ്രിക്കായ നന്ദികെട്ടവനായ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പുറകു ഭാഗമുണ്ടല്ലോ, മക്കയുടെയും മദീനയുടെയും ദൂരത്തോളം വിശാലമായിരിക്കും അവന്റെ ശരീരത്തിന്റെ പുറകുഭാഗമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാ. അഥവാ 450 കിലോമീറ്ററോളം ദൂരമുണ്ടാകും നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ പുറകുഭാഗമെന്നാ. എത്ര കത്തിയാലും തീരില്ല, എത്ര കത്തിയാലും തീരില്ല. കുല്ലമാ നിളിജത്തു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹുവേ, കരിഞ്ഞു പോയ ഭാഗത്ത് വീണ്ടും തൊലി വരികയാണ്, കരിഞ്ഞു പോയ ഭാഗത്ത് വീണ്ടും മാംസം വരികയാണ്. എന്തിനെന്നറിയോ? അവരനുഭവിക്കട്ടെ, അവര് വീണ്ടും അനുഭവിക്കട്ടെ, അവര് വീണ്ടും അനുഭവിക്കട്ടെ. ലിയദൂഖുൽ അദാബ്. ആ ശിക്ഷയുടെ കാഠിന്യം അവരറിയട്ടെ. വ്യഭിചാരത്തിന്റെ സുഖം ദുനിയാവിൽ കിട്ടിയപ്പോ എല്ലാം മറന്നുകൊണ്ട് ആസ്വദിച്ചവനെ, ഈ നരകത്തിൽ കിടന്ന് വെന്തുരുകുന്നതിന്റെ ശക്തി നീ അറിയണമെടാ. അതുകൊണ്ട് ഒരു ഭാഗം കരിഞ്ഞു പോയാൽ ആ ഭാഗത്ത് വീണ്ടും അല്ലാഹു മാംസവും തൊലിയും തരികയാണ്. കള്ളു കുടിക്കുന്നവരെ, എത്ര പ്രസംഗിച്ചിട്ടും മനസ്സിലാകാത്തവരെ, ഇന്ന് വടുതരയിലെ മനോഹരമായ ജുമുഅത്ത് പള്ളിയുടെ ഗ്രൗണ്ടില് ആ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ക്ലാസ് എടുത്തപ്പോ ഒരു പ്രിയപ്പെട്ട യുവാവ് എന്ന് പറഞ്ഞതാണ്, ഉസ്താദേ എനിക്ക് പേടിയുണ്ട്, ഞാൻ പഠിക്കുന്ന സ്ഥാപനം ക്രിസ്ത്യൻ സ്ഥാപനമാണ്, അവിടെ ഒരുപാട് അന്യ സ്ത്രീകളുമായി ഇടപെടേണ്ടി വരുന്നുണ്ട്, ഉസ്താദ് എനിക്ക് ദുആരക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല ദിക്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ആ ഒരു യുവാവിന്റെ ചോദ്യം തന്നെയാണ് രാവിലത്തെ വിശ്രമമില്ലാത്ത ക്ലാസിന്റെ വിജയം. ആ ഒരു യുവാവിന്റെ ചോദ്യം തന്നെയാണ്. അങ്ങനെ മാരണം ചെറുപ്പക്കാരാ, പാറക്കല്ല് പോലെ ഉറച്ചു പോലെ മനസ്സുപോലെ വടുതലയുടെ അരുവി പോലെ ലയിച്ചു പോണം പ്രിയപ്പെട്ടവരെ. ഈ വേമ്പനാട്ട് കായലിന്റെ വെള്ളം പോലെ നിന്റെ മനസ്സലിഞ്ഞിറങ്ങട്ടെ, നിന്റെ മനസ്സിന്റെ അകത്ത് നന്മ വരട്ടെ പ്രിയപ്പെട്ടവരെ, കണ്ണു നിറയട്ടെ. എന്നിട്ട് അല്ലാഹുവിനോട് തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു നല്ല ജീവിതം താ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് നമ്മളാരുമല്ല, ഖലീഫമാരുടെ മുമ്പ് നമ്മളാരുമല്ല, മഹാന്മാരുടെ മുമ്പ് നമ്മൾ ആരുമല്ല, അവരുടെ മുമ്പിലെത്താൻ നമുക്ക് കഴിയില്ല. എന്നാലും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയട്ടെ. ശരീരത്തിന്റെ ഓരോ ഭാഗം കത്തിക്കരിഞ്ഞു പോകുമ്പോ ആ ശരീരത്തെ വീണ്ടും അല്ലാഹു കത്തിച്ചു കളയുകയാണ്, വീണ്ടും അല്ലാഹു ശരീരത്തിന് ഭംഗി തരികയാണ്. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കട്ടെ, ഇസ്ലാമിക ചരിത്രമേറെ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടുപോയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ പേടിച്ച ഉമർ, കുഞ്ഞുമക്കൾ ഭയന്നു പോലെ ഉമർ, അറേബ്യൻ മണ്ണിന്റെ മണൽപ്പരികൾ പോലും അത്ഭുതത്തോടെ നോക്കിക്കണ്ടുപോലെ ഉമർ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളുള്ള ഒരു നാവിന്റെ ഉടമയായി മാറിയത് എങ്ങനെയാണ്? ആ മുത്ത് റസൂലിന്റെ നിറഞ്ഞ മനസ്സിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ രണ്ടാലൊരു മരണത്തിട്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമല്ല. ഒന്ന് അബൂജഹലായിരുന്നു, മറ്റൊന്ന് ഖത്താബിന്റെ മകൻ ഉമറായിരുന്നു. ആ പടച്ചവൻ ആ ദുആ സ്വീകരിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമാക്കിയപ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാനുണ്ട് നബിയേ, ഒരുത്തനും ഇനി അങ്ങ് തൊടില്ല, ആരും അങ്ങയെ തൊടില്ല റസൂലേ, ആരും അങ്ങയെ കളിയാക്കില്ല നബിയേ. ഇതുപോലെ പറയുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ ആവശ്യമുള്ളത് കൊണ്ടാണ് എന്റെ
എന്റെ വടുതലയിലെ യുവത്വമേ, നിങ്ങളെ ഒരുമിച്ച് നിൽക്കാൻ പറയുന്നത്. ഒരു ഭാഗത്ത് ശരീരത്തിനെ മാന്തി പിടിക്കുമ്പോ മറുഭാഗത്ത് മുത്തലാഖിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കണ്ട് സഹിക്കാൻ പറ്റാത്ത ഭരണാധികാരികൾ ത്വലാഖിനെതിരെ വരുമ്പോ ഗുജറാത്തിന്റെ പെരുവോരത്ത് പാവപ്പെട്ട പെൺകുട്ടികളുടെ ഉദരപ്പിരകപ്പിരുന്ന് ചോരകിട മണം മാറാത്ത കുഞ്ഞിന് ശൂലം കൊണ്ട് കുത്തി വലിച്ചെടുപ്പിട്ട് കരച്ചിൽ വരാത്ത നേതാക്കന്മാരെ, എത്രയോ മുസ്ലിം പെണ്ണിനെ പച്ചയ്ക്ക് തീ കൊത്തി കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ട് സങ്കടം വരാത്ത നേതാക്കന്മാർക്കും തട്ടമിട്ട മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പോലും. അതെന്തിനെന്നറിയോ ചെറുപ്പക്കാരാ? നിന്റെ ഇസ്ലാമിനെ പിഴുതെറിയാനാണ്, നിന്റെ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളെ തകർത്തെറിയാനാണ്. നീയാണെങ്കിലോ കള്ളും സിനിമയും പൂരവും കഞ്ചാവും പെണ്ണുമായിട്ട് കറങ്ങി നടക്കുകയാ. ബദർ യുദ്ധത്തിൽ കഷ്ടപ്പെട്ട സഹാബത്തിന് മറക്കാതെ നിനക്ക് എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ? അല്ലാഹുവേ, സിറിയന്റെ മണ്ണില് പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് പച്ച മണ്ണ് കുഴിച്ചിട്ട് അതിന്റെ കത്തിറക്കി നിർത്തിയിട്ട് മണ്ണ് വാരിയിടുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേ നീ അത് മറന്നു പോകുന്ന മോനെ? എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിയണില്ല? എന്തേ നിനക്കത് ആസ്വദിക്കാൻ, അത് ചിന്തിച്ചു മനസ്സിനെ മാറ്റം വരുത്താൻ കഴിയുന്നില്ല? എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയില് ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചറത്രയാ, ഭയന്നറത്രയാ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഒന്നും പേടിക്കണ്ട നബിയെ, ആരും അങ്ങനെ ഒന്നും പറയില്ല. ഈ ഉമറിന്റെ ജീവനുള്ളിടത്തോളം കാലം ഒരുത്തരും അങ്ങയുടെ നിഴൽവട്ടത്ത് വരില്ലെന്ന് പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് മക്കാമണ്ണിനെ അത്ഭുതപ്പെടുത്തിയിട്ട് കടന്നു പോയില്ലേ? എന്നിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിച്ചില്ലേ? എന്നിട്ട് മുത്ത റസൂലിന്റെ നിഴല് പോലെ കൂടെ നടന്നില്ലേ? എന്നിട്ടോ ഇസ്ലാമിന്റെ ഖലീഫയായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിരുന്ന് പൊട്ടിക്കരഞ്ഞില്ലേ? പാതിരാത്രിയായാൽ സ്വന്തം ശരീരത്തെ സ്വന്തം ചാട്ടവാറ് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അടിക്കും. ശരീരമാണ് പ്രശ്നമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. ശരീരമാണ് പ്രശ്നമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് ശരീരത്തെ അടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയും, നാളത്തെ പരലോകത്തെ നീ പേടിച്ചോ? വീട്ടിന്റെ അകത്ത് വെളിച്ചത്തിന് വേണ്ടി കത്തിച്ചു വെച്ചിരിക്കും വിളക്കിന്റെ മുന്നില് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വിരൽത്തുമ്പ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. ആ ചൂട് തട്ടിയിട്ട് അറിയാതെ മനുഷ്യ ശരീരമല്ലേ, ആ ചൂട് തട്ടിയിട്ട് വിരല് പിറകിലേക്ക് വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് ചോദിക്കും സ്വന്തം ശരീരത്തിനോട്, ദുനിയാവിന്റെ ചൂട് സഹിക്കാൻ പറ്റാത്ത നീ എങ്ങനാണ് അല്ലാഹുവിന്റെ നരകം സഹിക്കുക എന്ന് ചോദിച്ച ഉമർ റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സ്വർഗം കിട്ടുന്നതിന് അമൽ ചെയ്തിട്ട് പോയ മഹാനാണ്. സ്വർഗം കിട്ടാൻ എന്തുണ്ടോ അത് മുഴുവൻ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ചരിത്രം നമുക്കറിയുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഭക്ഷണം കൊടുത്ത കഥ നമുക്കറിയാം. ഒരു ഉമ്മാടെ വസ്ത്രമലക്കി കൊടുത്ത കഥ നമുക്കറിയാം. ഒരു ഉമ്മാടെ മലവും മൂത്രവും സ്വന്തം കൈ കൊണ്ടെടുത്ത് ആരോരും നോക്കാനില്ലാത്ത ആ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കിയ ചരിത്രം നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ആ വീട്ടിലും ദിനാ പോകുന്നിടം അന്വേഷിക്കാൻ കൂട്ടുകാരായ സഹാബികൾ കൂടെ പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് ആരുമില്ലാത്ത പാവപ്പെട്ട ഉമ്മയുടെ ഖിദ്മത്തിനാണ്. രാജ്യത്തിന്റെ ഖലീഫയാ, രാജ്യത്തിന്റെ ഖലീഫയാ. ആരുമില്ലാത്ത ഒരു ഉമ്മാക്ക് സഹാരം കൊടുക്കാനും ഭക്ഷണം വാരി കൊടുക്കാനുമാണ് നിറഞ്ഞപ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹു നാളെ ഇത് വന്ന് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പോയി ചെയ്യണമെന്നൊരു സഹാബി തീരുമാനമെടുത്തു. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു എന്നും വന്ന് ചെയ്യുന്ന അമല് അത് ചെയ്യുന്നതിന് മുമ്പേ എനിക്കവിടെ പോയി ചെയ്യണമെന്നൊരാള് തീരുമാനമെടുത്തു. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ച ഉമ്മ അറിയില്ലേ? ആ സഹാബി പറഞ്ഞു, ഉമ്മാക്ക് കാഴ്ചയില്ലല്ലോ, ആരാണ് വന്ന് ചെയ്യുന്നതെന്ന് ഉമ്മാക്കറിയില്ലല്ലോ, ആ ഉമ്മാക്ക് കാഴ്ചയില്ലല്ലോ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവുമായി ആരുമില്ലാത്ത ചെറ്റക്കൂരക്കകത്ത് കടന്നു ചെന്നു. ആരോരുമില്ലാത്ത ഉമ്മാക്ക് ആ പ്രിയപ്പെട്ട സഹോദരൻ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന പോലെ ശരീരം വൃത്തിയാക്കി വസ്ത്രം മാറ്റി അടുത്ത വസ്ത്രം കൊടുത്തു. അല്ലാഹുവേ, ആ ഉമ്മാക്ക് സന്തോഷമാണ്, ചിരിക്കുകയാണ്, ദുആരക്കുകയാണ്.
എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ ഉമ്മയുടെ ദുആ കിട്ടുമെന്ന് ആ പ്രിയപ്പെട്ട സഹാബിക്ക് മനസ്സിലായി. എന്നിട്ട് ഭക്ഷണം വാരി ഉമ്മയുടെ വാക്യകത്ത് വെച്ചു കൊടുക്കുമ്പോ ഉമ്മ പറയുന്നു, ഇത് എന്നും വരുന്ന ആളല്ലല്ലോ. ആ ഉമ്മ പറയുന്നു, ഇത് എന്നും വരുന്ന ആളല്ലല്ലോ, ഇത് എന്നും വരുന്ന ആളല്ലല്ലോ. സഹാബി ചോദിച്ചു, ഉമ്മാ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്നും വരുന്ന ആളല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഉമ്മ? ഉമ്മ പറയുന്നു എന്നും വരുന്നയാള് വസ്ത്രം മാറ്റി എനിക്കെല്ലാ സൗകര്യങ്ങളും ചെയ്ത് എന്റെ ശരീരം വൃത്തിയാക്കിയിട്ട് അവസാനം എനിക്ക് ഭക്ഷണം വാരി വായിൽ വെച്ച് തരുമ്പോ എന്റെ വാക്യകത്തെ ചവച്ചരച്ച് കഴിക്കാൻ പല്ലില്ലാത്തത് കൊണ്ട് എന്നും വരുന്നയാള് സ്വന്തം വാക്യകത്ത് ഭക്ഷണം വെച്ചിട്ട് ചവച്ചരച്ചിട്ടാണ് എന്റെ വാക്യകത്ത് എനിക്ക് വെച്ചു തരുന്നതെന്നാ ഉമ്മ പറഞ്ഞപ്പോ ആ സ്വഹാബി പറയുന്നു, ഉമ്മ ഇവിടെ എന്നും വന്നിരുന്ന ആളാരെന്നറിയോ? ഈ രാജ്യത്തിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് തന്റെ പൊന്നുമോനോട് പറഞ്ഞു, മോനെ ഐഷ റളിയല്ലാഹു അൻഹയോട് പോയി ചോദിക്കണം, നിബിതങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അടക്കിയിരിക്കുന്നതിന്റെ ഭാഗത്ത് കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്, അവിടെ എന്റെ പ്രിയപ്പെട്ട ഉമറിന് കിടക്കാൻ സ്ഥലം തരുമോന്ന് പോയി ചോദിക്കണം മോനെ. പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്തേ ഉമർ റളിയല്ലാഹു അൻഹുവിനല്ലേ ആ സ്ഥലം? നബിതങ്ങളെ സ്നേഹിച്ച ഉമറിനല്ലേ ആ സ്ഥലം? നബിതങ്ങളോടൊപ്പം നടന്ന അബൂബക്കറിനും ഉമറിനും തന്നെയാണ് ആ സ്ഥലം. സന്തോഷത്തോടെ ഞാൻ സമ്മതിച്ചു എന്ന് പറയാൻ പറഞ്ഞപ്പോ മോൻ വന്നു പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ഞാൻ മരിച്ചിട്ട് ഒന്നുകൂടി പോയി ചോദിക്കണം, കാരണം ഞാൻ എത്ര ഭാഗ്യം കെട്ടവനാണ്. ഈ കയ്യില് വാള് വെച്ചിട്ടല്ലേ എന്റെ മുത്തുനബി തങ്ങളുടെ തല വെട്ടാൻ വേണ്ടി മക്കയിലൂടെ ഞാൻ ഓടിപ്പോയത്. അതുകൊണ്ട് ഞാൻ തെമ്മാടിയാണ്, ധിക്കാരിയാണ്, നീ പോയി ചോദിക്കണമെന്ന് വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കൊക്കെ പേടിയായിരുന്നു. പ്രിയപ്പെട്ടവേ, എത്രയോ ഇബാദത്തിന്റെ അമലിന്റെ പരമോന്നതമായ കൊടുമുടിയിലെത്തിയവരാണ്. പക്ഷെ അവർക്ക് സമാധാനമില്ല, അവരുടെ മനസ്സുവല്ലാതെ പേടിച്ചിരുന്നു പോയി. എന്തിനാണ് അവർ പേടിച്ചത്? അള്ളാഹു ഒരു പക്ഷെ നരകത്തിലേക്ക് വലിച്ചെറിയട്ടെ എന്ന് പറഞ്ഞാ സഹിക്കാൻ പറ്റൂല. ഈ ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരാളുടെ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കിടക്കുകയെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് വിളിച്ചു പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരാള് ഞാനാകുമോ എന്ന പേടി കൊണ്ട് ഞാൻ ഞെട്ടി ഉണരുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പരലോകത്ത് വിളിച്ചു പറയേണ്ടി വന്നാൽ മലക്കുകൾ, ലോകത്തുള്ള എല്ലാവരും സ്വർഗത്തിൽ കിടക്കുക, ഒരാള് മാറി നിൽക്കുക എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞാൽ മാറി നിൽക്കാൻ പറയുന്ന ഒരാള് ഞാനാകുമോ എന്ന പേടി എനിക്കുണ്ടെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവേ, ഒരു മനുഷ്യൻ നരകത്തിലേക്കാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് ഒളിപ്പിക്കുമ്പോ നരകത്തിന്റെ ചൂടുള്ള വെള്ളം മലക്കുകൾ കൊണ്ടുവന്നൊഴിക്കും. മക്കളൊഴിക്കുന്ന വെള്ളത്തിന്റെ സുഖമാ വാപ്പ അറിയൂല, മക്കളൊഴിക്കുന്ന വെള്ളത്തിന്റെ സുഖമാ മയ്യത്തറിയൂല. നരകത്തിന്റെ ചൂട് തിളക്കുന്ന വെള്ളമാണ് ആ മയ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നരകത്തിന്റെ സർവ്വതും കൊണ്ടുവന്നിട്ടാണ് അവരെ പൊതിയുക. നരകത്തിന്റെ തീ ഇങ്ങനെ കൊണ്ടു നടക്കുമത്രേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു വലിയ ആഗ്രഹം നിങ്ങളോട് പറയുകയാണ്. ഞാൻ മരണപ്പെട്ടാൽ 3 കാര്യമാണ് എനിക്ക് നിങ്ങളോട് വസിയത്ത് നടത്താനുള്ളത്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മരണപ്പെട്ടാൽ 3 കാര്യം നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹുവേ, 3 കാര്യവുമല്ലാത്ത അത്ഭുതമാണ്. അല്ലാഹു മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് തരട്ടെ. ബക്കറ്റ് വർഷം നടത്തിയാലോ? കൊണ്ടുവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ,
കരുണക്കടലായ പടച്ചവനെ എല്ലാവരും ആമീൻ പറയുക. അടുത്ത വർഷം ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്നൊന്നും അറിയാൻ കഴിയില്ല. അള്ളാന്റെ തീരുമാനമാണ്. ഒരു വർഷം കാണുന്നവരെ പിറ്റേ വർഷം കാണുന്നില്ല. കിട്ടുന്ന അവസരങ്ങൾ നരകമോചനത്തിന് വേണ്ടി ഉപയോഗിക്കുക. എന്തിനെല്ലാം സ്വതക്ക ചെയ്തവരാണ്. ഇന്നത്തെ നിയ്യത്ത് നരകമോചനത്തിന് വേണ്ടിയാവട്ടെ. അള്ളാഹുവേ, ഈ സ്വതക്ക എന്റെ നരകമോചനത്തിനാണ്, ഈ സ്വതക്ക എന്റെ നരകമോചനത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വതക്ക ചെയ്യുക. നാദാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ സ്വതക്ക ചെയ്യുന്നവരെ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉതകുന്ന സ്വതക്കയാക്കണമല്ലാ. വലൗ ബിശിക്കി തംറ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് റസൂലുള്ള പറഞ്ഞെങ്കിൽ, അല്ലാഹുവേ, ഈ സ്വതക്ക നരകമോചനത്തിന് കാരണമാക്കണമല്ലാ. ഈ മനോഹരമായ മദ്രസയാണ് ഈ സ്വതക്ക എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് ഈ സംഘാടകരും എനിക്ക് പണിയാൻ പോകുന്നത്. അള്ളാഹുവേ, അതുകൊണ്ട് ഈ സ്വതക്ക അവർക്കൊരു വലിയ ആശ്വാസമേകുന്നതിന് കാരണമാക്കണേ അല്ലാ. എല്ലാരും ചെയ്തു കൊടുക്കുക. അള്ളാഹുവാണ് സമ്പത്ത് തരുന്നത്. കാര്യമായി പടച്ചവൻ ഇനിയും തരും. അള്ളാന്റെ ഖജനാബ് വിശാലമാണ്. അവിടെ നോട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ ആളില്ല. കാര്യമായി ചെയ്തു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല പ്രതിഫലം ഈ സ്വതക്ക ചെയ്യുന്ന നമുക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചെയ്തു കൊടുക്കുക. എല്ലാവരും എത്ര പ്രതിസന്ധി വന്നാലും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ മദ്രസകളും നമ്മുടെ പള്ളികളൊന്നും ഒരു പ്രശ്നത്തിലും ഒരു വിഷയത്തിലും ആകാൻ പാടില്ല. ഈ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്ന, മക്കളെ, ഞാൻ മരിച്ച 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ മരിച്ചാൽ, 1, രാത്രിയാണ് മരിക്കുന്നതെങ്കിൽ എന്നെ നിങ്ങൾ രാത്രി ഖബറടക്കരുത്, എനിക്ക് പേടിയാണ്. അപ്പൊ അവര് പറഞ്ഞു, രാത്രി മരിച്ച എത്രയോ ആളുകൾ അടക്കിയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ എന്തേ നിങ്ങൾ എങ്ങനെ പറയുന്നത്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് ലൈറ്റും വെളിച്ചവും ഒന്നും ഇല്ലാത്ത കാലമല്ലേ, അതുകൊണ്ട് രാത്രി മരിക്കുമ്പോ മയ്യത്തിന്റെ മുമ്പിലും പുറകിലുമായി കുറെ ആളുകൾ ഇങ്ങനെ തീ കത്തിച്ചിട്ടാണ് മയ്യത്ത് കൊണ്ടുപോകുന്നത്. രാത്രി മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുമ്പിലും പുറകിലുമായി തീ കത്തിച്ചിട്ടാണ് ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുന്നത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുമ്പിലും പുറകിലും തീ കത്തിച്ചിട്ട് കൊണ്ടുപോവല്ലേ. അല്ലെങ്കിൽ തന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ഈ തീ ഇങ്ങനെ കത്തിച്ചിട്ട് കൊണ്ടുപോകുമ്പോ എനിക്ക് താങ്ങാൻ പറ്റൂല. ആ സമയത്ത് തീ വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. എനിക്ക് സ്വർഗം കണ്ടാണ് മരിക്കാനുള്ളതെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു. രണ്ടാമത് പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ മണ്ണ് വാരിയിടുമ്പോ തുറാബൻ സന്നാ, മണ്ണ് വാരി പതുക്കെ എന്റെ ഖബറിലേക്ക് ഇടണം. പ്രാളം കൊണ്ട് നിങ്ങൾ മണ്ണ് വലിച്ചെറിഞ്ഞിട്ട് പോവല്ലേ. ഇഷ്ടമില്ലാത്തതുപോലെ നിങ്ങൾ മണ്ണിടല്ലേ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. നിങ്ങൾ ഇങ്ങനെ മണ്ണുവാരി എന്റെ ഖബറിന്റെ അകത്തേക്ക് എറിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ സാവകാശം നിങ്ങൾ മണ്ണ് വാരിയിടണേ. മൂന്നാമത്തരം തന്നെ കേൾക്കാൻ അവർ ആവേശത്തോടെ കാത്തിരുന്നപ്പോൾ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ ഖബറടക്കിയിട്ട് കുറച്ചു നേരം നിങ്ങൾ ഖബറിന്റെ അടുത്ത് നിൽക്കണേ. നിങ്ങൾ കുറച്ചു നേരം ഖബറിന്റെ അടുത്ത് നിൽക്കണേ. അത്താത്തവനെ സുബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മണ്ണ് വാരിയിട്ട് പെട്ടെന്ന് ഓടിപ്പോകുന്നവരാവല്ലേ. കുറച്ച് സമയം എന്റെ ഖബറിന്റെ ചാരത്തൊന്ന് നിൽക്കണേ. കുറച്ച് സമയം എന്റെ ഖബറിന്റെ അടുത്തൊന്ന് നിൽക്കണേ. അല്ലാഹുവേ, നമ്മുടെ മക്കൾക്ക് നേരമില്ലാത്ത കാലമാണ്. വാപ്പയൊന്ന് മരിച്ചാ മതി, ഉമ്മയൊന്ന് മരിച്ചാ മതി. ഖബറടക്കിയിട്ട് ബിസിനസിന്റെ ഭൗതികതയുടെ ലോകത്തിന്റെ വഴികളിലേക്ക് ഓടിപ്പോകാൻ കാത്തിരിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കള്. അല്ലാഹുവേ, ആ മക്കള് നമ്മുടെ ഖബറിന്റെ അടുത്ത് കുറച്ചു നേരം നിൽക്കുവോ? ആ മക്കള് നമ്മുടെ ഖബറിന്റെ അടുത്ത് കുറച്ചു നേരം നിൽക്കുവോ?
ഞാൻ എന്റെ പ്രിയപ്പെട്ട വാപ്പാടെ കബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്താലും കുറച്ചു നേരം ആ ചെടിയിലും മറ്റുമൊക്കെ പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കലുണ്ട്. ഒരാശ്വാസം കിട്ടുന്നെങ്കിൽ അവർക്ക് കിട്ടട്ടെ. എന്റെ തങ്കക്കുടത്തിന്റെ കബറിന്റെ അടുത്തും പോയി നിൽക്കുമ്പോ അതുപോലെ കുറെ സമയം ഞാൻ നിൽക്കലുണ്ട്. അത് പൊന്നുമോനാര മുസ്താഖിന്റെ ആശ്വാസത്തിനല്ല, അത് എന്റെ ആശ്വാസത്തിനാണ്, എന്റെ സമാധാനത്തിനാണ്. അള്ളാഹുവേ, നമ്മുടെ മക്കൾ നല്ലവരല്ലെങ്കിൽ നമ്മൾ അടക്കിയ കബറിലേക്ക് അവര് തിരിഞ്ഞു പോലും നോക്കില്ല. നമ്മുടെ മക്കള് നല്ലവരല്ലെങ്കിൽ നമ്മളെ കബറടക്കിയ സ്ഥലത്തേക്ക് പോലും അവര് വരില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാസിം അൻവരിയുടെ വീട്ടില് ഇന്ന് വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോയപ്പോ ആ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് പറഞ്ഞതാണ്, എന്റെ വീട്ടിലെ മക്കളെ, എന്റെ പൊന്നുമോൻ ബിലാൽ, അംജദ് ബിലാലിനെ, എന്റെ പ്രിയപ്പെട്ട ഫീഫ പൊന്നുമോളെ, ഐനാ സൈനബ എന്ന പൊന്നുമോളെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാക്കാൻ നിങ്ങൾ ദുആരക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ ആഫിദീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആക്കണേ അല്ലാ. ഇവിടെ എത്രയോ വഴുതലയിൽ എത്രയോ ഫിഖ് പഠിക്കുന്ന മക്കളുണ്ട്, ശരീഅത്ത് പഠിക്കുന്ന മക്കളുണ്ട്, വനിതാ കോളേജിൽ പോയിട്ട് അദബ് പഠിക്കുന്ന പ്രിയപ്പെട്ട പെൺമക്കളുണ്ട്. എന്റെ സഹോദരിമാരെ, അള്ളാഹു നമുക്ക് തന്ന വലിയ അവസരമാണ്, ഉപയോഗപ്പെടുത്തുക. മക്കളെ സ്വാലിഹീങ്ങളാക്കാനും നല്ലവരാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതിന് നമ്മളൊരു വലിയ അവസരം ഉണ്ടാക്കി കൊടുക്കണം, അല്ലേ? നമ്മൾ വീട്ടിന്റെ അകത്തിരുന്ന് നരകത്തെ കുറിച്ച് പറയുമ്പോൾ മക്കൾക്ക് കേട്ടിട്ടൊരു ഭയം ഉണ്ടാവണം. രണ്ട് സൂഫിയാക്കളുടെ മക്കൾ നടന്നു പോയപ്പോ പരസ്പരം പറഞ്ഞ വാർത്ത കിതാബുകളിൽ കാണാം. ഒരു മകൻ പറഞ്ഞു, അള്ളാഹു എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കാണുന്ന മരത്തിൽ നിന്നൊരു മാമ്പഴം ഞാൻ എറിച്ചിട്ട് തരാം. അള്ളാഹു എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയണം. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അള്ളാഹു എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാമ്പഴം പറഞ്ഞിട്ട് തരാം. അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹു എവിടെ ഇല്ല എന്ന് നീ പറഞ്ഞാൽ 2 മാമ്പഴം ഞാൻ എറിഞ്ഞിട്ട് തരാം. ഇത് വീട്ടിൽ നടക്കുന്ന ഉമ്മയുടെയും വാപ്പയുടെയും പടച്ചവനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ഇന്നത്തെ നമ്മുടെ മക്കൾ ഇതായിരിക്കും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മക്കൾ പരസ്പരം പറയും, ഏത് വെക്കടിച്ചാലാണ് പിന്നെ പിടുത്തം ഉണ്ടാവാതിരിക്കണം എന്ന് പറയും. അപ്പൊ മറ്റും പറയും, സൂപ്പർ സാധനം വാപ്പച്ചിട്ട് ഇരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്, അതടിച്ചാൽ എല്ലാവരും ക്വിക്കായി തലകറങ്ങി വീഴുമെന്ന് പറയും. ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചർച്ച അവർക്കറിയുള്ളൂ. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ എന്താണോ വീട്ടിൽ പറയുന്നത് അതായിരിക്കും ഈ മക്കളുടെ ജീവിതത്തിൽ സംസാരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോ ഈ നരകത്തിന്റെ സ്വർഗത്തിന്റെ ചിന്തകളും ചർച്ചകളും ഒക്കെ നമ്മുടെ വീട്ടിൽ നടത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് അറിയാം അതെന്തൊരു വലിയ അത്ഭുതമാണെന്ന്. അതിന് നമ്മൾ അവസരം കൊടുക്കണം. നമ്മുടെ വീട്ടിലിപ്പോ സുലഭമായി എല്ലാ വീട്ടിലും മൊബൈൽ ഉണ്ട്, മൊബൈൽ ഇല്ലാത്ത വീടില്ല. നമ്മളെക്കാൾ കഴിവ് ആ മൊബൈലിന്റെ വിഷയം നമ്മുടെ മക്കൾക്കാണ്. ഉമ്മ വിചാരിക്കും കോഡുണ്ട്, വാപ്പ വിചാരിക്കും കോഡുണ്ട്, അതുകൊണ്ട് മക്കള് നിങ്ങളുടെ കോഡ് അടിച്ചിട്ട് അവർ സ്പെഷ്യൽ കോഡ് ഇടും, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാ മക്കൾക്കും ഭയങ്കര കഴിവാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. പണ്ട് എന്റെ മോന് മരുന്ന് കൊടുക്കാൻ വേണ്ടി എന്റെ ഭാര്യ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഓർത്ത് പോകുമ്പോൾ നിങ്ങളോട് പറയാം, മക്കളുടെ ഒരു കഴിവിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോരാ അല്ലേ. മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഇല്ല, അവൻ ഗുളിക കഴിക്കൂല, വലിയ പ്രയാസമാണ്. അപ്പോ ബാക്കി നാകിന്റെ അടിയിൽ വെച്ചിട്ട് കുടിച്ചു എന്ന് പറയും. അപ്പൊ ഭാര്യ വിചാരിക്കും ശരിയായിരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു എന്താണെന്നറിയാം, നമ്മുടെ വീട്ടിലെ ആടിന് വാപ്പ ഗുളിക കൊടുക്കണ കണ്ടിട്ടുണ്ട്. പഴത്തിനകത്ത് ഗുളിക വെച്ചിട്ട് ആടിന് കൊടുക്കണം. അപ്പോ ആട് എന്ത് ചെയ്യും, പഴം കഴിച്ച് കഴിഞ്ഞപ്പോ ഗുളിക കൂടെ ഇറങ്ങിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്താലോ, അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ പഴം കൊണ്ടുവന്നതിനകത്ത് ഗുളിക വെച്ചിട്ട് മോനു പാടാ ചക്കര എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിങ്ങനെ കൊടുക്കാണ്. അത് മുഴുവനും അവൻ കഴിച്ചു, നമ്മുടെ മുമ്പ് വെച്ച് തന്നെ കഴിച്ചു, പ്രായത്തായില്ലേ മോനെ കഴിച്ചു. അപ്പൊ നമ്മൾ ഭാര്യ സംഭവം ക്ലിക്കായി. ലാസ്റ്റ് അവന്റെ പറഞ്ഞു, ഇങ്ങനെയുണ്ട് പഴം ഇങ്ങനെ ഉണ്ടായിരുന്നു മോനെ. അപ്പൊ അവൻ തൊലി ഇങ്ങനെ കളയാൻ പോവാണ്. ഞാൻ പറഞ്ഞു തൊലി കളയരുത്, നമുക്ക് ആടിന് കൊടുക്കാൻ. അവൻ പറയാ, അല്ല തൊലിയുണ്ട് അതിന്റെ കൂടെ കളയാൻ, പഴത്തിനകത്തിരുന്ന ഒരു കുരുവുണ്ട്. എന്താ സംഭവം ഞങ്ങള് കാണാതെ അവൻ സംഭവം അത് മാറ്റി വെച്ചു. ഇതാണ് ഇന്നത്തെ മക്കള്. നമുക്ക് മൊബൈലിൽ എന്തറിയില്ലേ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ മക്കൾക്കറിയാം എന്തൊക്കെ അവരെടുക്കും. അപ്പൊ കൂടുതലും അവർക്ക് ഖുർആൻ കേൾക്കാനും അതുപോലെ ഖുർആൻ പഠിക്കാനും ഒക്കെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ അവരതിലൂടെ കേട്ട് പഠിക്കാൻ മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പൊ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ വർക്കലയിൽ. ജനിച്ചപ്പോഴേ കണ്ണിന് കാഴ്ചയില്ല. അവനിന്ന് ഹാഫിളാണ്. അവന്റെ ചരിത്രം ഇവിടെ പിന്നീട് വിൽപ്പന നടത്തുന്ന സ്നേഹജാലകം എന്ന പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കാശ് 100 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ ചരിത്രം. 2 കണ്ണിനും കാഴ്ചയില്ല, അവൻ അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി. നല്ല ഭംഗിയോടെ പഠിച്ചു. കണ്ണിന് കാഴ്ചയുള്ള ആരോഗ്യമുള്ള നമ്മൾ ഖുർആൻ തൊട്ട് നോക്കിയിട്ട് എത്ര കാലമായി നമ്മൾ ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മുടെ മക്കൾ അതിലേക്ക് കൊണ്ടുവരണം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏറ്റവും വലിയ അപകടകരമായി ഇന്ന് നിലവിലുള്ള
രണ്ട് പ്രധാനപ്പെട്ട കാർട്ടൂണാണ്. ഒന്ന് ശിവ, മറ്റൊന്ന് ഡോറ. കുഞ്ഞു മക്കൾക്കൊക്കെ അറിയാം. അറിയില്ല, എനിക്ക് സത്യം പറയണം, തമാശ പറയാം. നീ പറഞ്ഞ എനിക്കറിയോ? ശിവ അറിയോ? ശിവ അറിയോ? അറിയാം. കള്ളം പറയരുത്. അതിന്റെ മജിലിസിരുന്ന കള്ളം പറഞ്ഞ അല്ലാഹുവേ, ബാത്റൂമിൽ പോകുമ്പോ പാമ്പ് വരും പറഞ്ഞേ. ശിവ അറിയാമോ? അറിയാം. മറ്റോ പറഞ്ഞു വിടാൻ അങ്ങോട്ട് വലിയ മുടിക്കാരെ പറഞ്ഞു എനക്ക് അറിഞ്ഞുവിടാ. അറിയാം. ഈ ശിവ, ഡോറ എന്നൊക്കെ പറയുന്ന കുറെ കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ വലിയ രസത്തോടെ കണ്ടിരിക്കും. ശിവ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ശിവ എന്നുള്ളൊരു പേരാണ്. സൈക്കിളിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശിവ ഇങ്ങനെ പറന്നു വരും. അവൻ ശിവ തറയിൽ തൊടൂല, അന്തരീക്ഷത്തിൽ നിന്നുള്ള അടിയാണ്. കൂട്ടുകാർക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോ കൂട്ടുകാർ ശിവ എന്ന് വിളിക്കുമ്പോ അവൻ സൈക്കിൾ അടിച്ച് പൊളിച്ച് എല്ലാവരും തകർത്തരിപ്പണമാക്കിയിട്ട് അങ്ങനെ പോകുമ്പോ ശിവ ശിവ അങ്ങനെ. ഇതാണ് നമ്മുടെ മക്കള് കാണുന്നത്. സഹോദരിമാര് പറയും, ഇയാൾ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ എങ്ങനെ കാണട്ടെ ഇങ്ങനെ. എന്തായാലും കുറെ അപവാദങ്ങളാണ് അതിന്റെ കൂടെ. ബാക്കി ഇതൊക്കെ കാണുന്നതുകൊണ്ട് പറഞ്ഞേ, എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനെ കുറിച്ച് പഠിക്കാൻ ഇത് കാണണമെന്നൊന്നുമില്ല. ലോകത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മത്ത് കാണുന്നത് എന്താ നമ്മൾ തിരിച്ചറിയണ്ടേ? എന്താണ് ഇതിനകത്ത് പറയുന്നത് മനസ്സിലാക്കണ്ടേ? കുറെ മൊയിലാക്കന്മാര്, കുറെ ആളുകൾ പറയും ബാക്കി ഇങ്ങനെ സീരിയലിനെ കുറിച്ച് പറയണു, സിനിമയെ കുറിച്ച് പറയണു. ഇത് ഈ കൗമിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അതിന്റെ അപകടം. അല്ലാതെ നിങ്ങൾ ഈ പറയണ പോലെ ഇതൊന്നും പറയാതെ കൊണ്ട് നടന്നാൽ അവരെങ്ങ് രക്ഷപ്പെടും, സ്വാലിഹീങ്ങളാകൂ എന്ന് ആരും കരുതണ്ട. എത്രയോ കാലം കൊണ്ട് ആരൊക്കെ വാത് പറയണു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഞാൻ പറയണു, ഈ പ്രിയപ്പെട്ട വടുതലയിലെ സഹോദരിമാർ, ഞാൻ ഈ പറഞ്ഞ വാത് കേട്ടിട്ടും മാറ്റമുണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം. ഇതൊരു നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മനസ്സിൽ, നമ്മുടെ വീട്ടിൽ എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി കളയുന്നു. ഇന്ന് വാപ്പാക്ക് അസുഖം വന്നാലും മക്കൾ പറയണത് ശിവാ വാപ്പാരെ അസുഖം മാറ്റി കൊടുക്കണേന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ മക്കളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സാധിച്ചില്ലേ? ചിന്തിച്ചു നോക്കിയേ. അവരുടെ ഈമാൻ തെറ്റാൻ അതുപോലെ കുറെ നാള് കഴിയുമ്പോൾ അവിടെ വിശ്വാസത്തിന് കേടുപാട് വരാൻ അതുപോലെ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ഈ മക്കളെയാണ് നാം തിരിച്ചു പിടിക്കേണ്ടത്. ഈ മക്കളെ തിരിച്ചു പിടിക്കണം. അഹദാമരത്തിൽ മറൈന്തോനെ എന്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനെ. ഉമ്മമാരെന്ന് പാട്ടുപാടിയപ്പോൾ ആ പാട്ട് കേട്ടിരുന്ന പ്രിയപ്പെട്ട മക്കള് ചിന്തിച്ചത്, എന്റെ ഉമ്മ പാടുന്ന പാട്ടിൽ എന്തൊക്കെയോ അത്ഭുതമുണ്ടെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിക്കൊടുത്തപ്പോ അത് കേട്ടുകൊണ്ട് തൊട്ടിൽ കിടന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ മനസ്സ് 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിയാതെ പറഞ്ഞു പോയല്ലോ. ഈ ഒരവസ്ഥയിലേക്കും നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ നിന്റെ ഖബറിന്റെ അടുത്ത് കുറെ നേരം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവർ നിൽക്കുകയില്ല. ഇവർക്ക് നിൽക്കാൻ കഴിയില്ല, ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. മൂന്നാമത് കാവൽ ചോദിച്ച മഹാന്റെ ചരിത്രം അറിയണ്ടേ? സയ്യിദുനാ ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ കരയുന്നതാണിരു, നിറയുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാ മതി, അല്ലാഹുവേ കരച്ചിലായി കരച്ചിലായി കരച്ചിലായി. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നതെന്തെന്നറിയോ? ഇവിടെയാണ് തീരുമാനമെടുക്കുന്നത്. സ്വർഗമാണെങ്കിലതും നരകമാണെങ്കിലതും ഇവിടെയാണ് മനസ്സിലാകുന്നത്, ഖബറിലാണ്. അതുകൊണ്ടത് കാണുമ്പോ എന്താ കൽബ് പൊട്ടുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാ. ത്യാഗം ചെയ്തല്ലോ, എത്ര ത്യാഗമാണ് അവർ ചെയ്തത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം പണം കൊടുത്തിരുന്നു. ആ പണം കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അഹങ്കരിച്ചില്ല. ആ പണം വന്നപ്പോ മനസ്സു മാറിയില്ല. വഴുതലയിലെ ചില വ്യക്തികളെ പോലെ കുറച്ച് സ്വത്തും സമ്പാദ്യവും സൗകര്യങ്ങളും അധികാരങ്ങളും വരുമ്പോ ഇനി വാള് വേണ്ട, പള്ളി വേണ്ട, ദീൻ വേണ്ട, വലിയ മുതലാളിയായി ചാരിയിരുന്ന് യാത്ര ചെയ്യാനല്ലാതെ പാവപ്പെട്ടവന്റെ കട്ടതയും കഷ്ടപ്പാടും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മനസ്സിന്റെ ഉടമയായി രാക്ഷസന്മാരായത് പറിച്ചതല്ലാതെ മനം മാറ്റമുള്ള സമ്പന്നരായി മാറട്ടെ, മനം മാറ്റമുള്ള സമ്പന്നരായി മാറട്ടെ. അല്ലാഹു
അല്ലാഹുവേ പടച്ചവനെ, ഇവിടത്തെ ബഹുമാനനായ അഷ്റഫ് സാഹിബിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിലേക്ക് അദ്ദേഹം ചെയ്യുന്ന സ്വതക്കകളുടെ ദാനധർമ്മങ്ങളുടെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കൂടപ്പറപ്പുകൾ ചെയ്യുന്ന, ഇവിടെ പലരും ചെയ്യുന്ന, ഇവിടെ ഒരുപാട് സഹോദരങ്ങൾ ചെയ്യുന്ന, ഇന്നലെ ഖത്തറിൽ നിന്ന് വന്ന അൻവർ എന്ന സഹോദരൻ ചെയ്തതുപോലെ അല്ലാഹുവേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സമ്പന്നർ ചെയ്യുന്ന പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഇവിടെ സമ്പാദ്യം അധികരിപ്പിക്കണേ അല്ലാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു പണം കൊടുപ്പത് കൊണ്ട് അഹങ്കരിച്ചില്ല. ആ പണം കൊണ്ട് റബ്ബേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോഴൊക്കെ കൊടുത്തില്ലേ? ജൂതന്മാരുടെ കിണറിൽ നിന്ന് മദീനക്കാർക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ആരാണ് ഈ കിണർ? ആരാണ് ഈ കിണർ മദീനയുടെ അഹ്ലുകാർക്ക് വാങ്ങിക്കൊടുക്കുക? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊടുക്കാം നബിയേ. അങ്ങനെ എത്രയോ അത്ഭുതങ്ങളാണുള്ളത്. അവസാനം ഈ ലോകത്തിലൊന്ന് മുത്ത റസൂൽ കൊടുത്ത സമ്മാനം എന്താ? നരകത്തെ ഭയന്ന് കരഞ്ഞ ഉസ്മാൻ, നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറയുമ്പോ പൊട്ടിത്തെറിച്ച ഉസ്മാൻ, ഖബർ കാണുമ്പോ തളർന്നു വീണ ഉസ്മാൻ, അല്ലാഹുവേ പാതിരാ സമയത്ത് കരമുയർത്തി അല്ലാഹുമ്മ അജ്റിനീ മിനന്നാർ എന്ന് നരകത്തിന്റെ കാവൽ ചോദിച്ചു പൊട്ടിക്കരഞ്ഞ ഉസ്മാൻ, അതിന് പകരം അല്ലാഹു കൊടുത്തതെന്താ? വറഫീഖീ ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗ്ഗത്തിന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട്? ആ ക്വാളിറ്റി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ്. ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ത്യാഗം ചെയ്തു, കഷ്ടപ്പെട്ട് പാതിരാത്രി പൊട്ടിക്കരന്ന് കണ്ണീരൊഴുക്കി ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്തു. നമ്മൾ അങ്ങനെ ആയിരിക്കണ്ടേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രണ്ടാം ഉമർ എന്ന് ലോക ചരിത്രം തലകുലിക്ക് സമ്മതിച്ച മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ്. പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല നരകത്തെ പിടിച്ചിട്ട്. നമുക്ക് ആരും സ്വർഗം എഴുതി തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ വെറുതെ തമാശക്ക് ഇങ്ങനെ പറയും, എല്ലാവരും വാഴ വെക്കാൻ പോയി. ചിലപ്പോ ഇങ്ങനെ ചോദിക്കും സംഘാടകരോടൊക്കെ, പ്രാവശ്യം ആരെയാടേ ബാക്കവി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നേ? അല്ലേ? എത്ര ലാഘവമാണ് സ്വർഗവും നരകവും. ചിന്തിച്ചു, എത്ര ലാഘവമാണ്. നമുക്കൊരു വലിയ ഗൗരവമില്ല ആ വിഷയത്തിൽ. അല്ലേ? കുറെ ആളുകൾ പറയും, നിങ്ങൾ പള്ളി നിസ്കരിക്കാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇവിടെ സ്വർഗത്തിൽ പോയാലും നരകത്തിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തീരുമാനത്തില്ല. പച്ചക്ക് പറയാണ്, പച്ചക്ക് പറയല്ലേ. എത്ര പേടി മനസ്സിൽ നിന്ന് പോയി. പേടി പോയത് എന്തുകൊണ്ടാ? ഹറാമാണ് തീറ്റി, ഹറാമാണ് കാണുന്നത്, ഹറാമാണ് ജീവിതം. അവർക്ക് എന്ത് പേടി? പലിശക്കാരെ നിരത്തിയിരുത്തിയിട്ട് വാതു പറഞ്ഞാൽ അവര് കരയൂല, അവരിങ്ങനെ കേട്ടോണ്ടിരിക്കും. കുഴപ്പമില്ല, പഴയതിന്റെ അത്ര അങ്ങോട്ട് എറിച്ചില്ലെങ്കിലും തരക്കേടില്ല. ബാക്കിയുള്ള അടുത്തിരുന്ന് പാവപ്പെട്ടോണ്ടിരുന്ന് കരയും. എന്തുകൊണ്ട് പലിശക്കാരന്റെ കണ്ണ് നിറഞ്ഞില്ല? എന്റെ കണ്ണ് നിറയാത്തത്? അവന് പേടിയില്ല, അവൻ ഹറാമല്ലേ തിന്നുകൊണ്ടിരിക്കുന്നത്. റമളാൻ മാസത്തിന്റെ 29 രാത്രി അല്ല സന്ധ്യ നേരത്ത് അസർ കഴിഞ്ഞിട്ട് ടെറസിന്റെ മുകളിൽ കയറി ഒരു സമ്പന്നൻ സിഗരറ്റ് വലിക്കുകയാണ്. നോമ്പില്ല അവന്. മുകളിലേക്ക് നോക്കിയിട്ട് ഇപ്രാവശ്യം 30 കിട്ടാൻ ചാൻസ് ഇല്ല. 30 കിട്ടിയ യവൻ എന്താ, അവന്റെ വാപ്പാക്ക് എന്ത്, പിടിക്കണവർക്കല്ലേ. പക്ഷെ എങ്കിലും യവനാണ് ടെൻഷൻ. എന്തുകൊണ്ട്? യവന് പേടിയില്ല. യവന് പേടിക്കുന്നത് എങ്ങനെ? ചെയ്യുന്നത് മുഴുവനും ഹറാമ്, തിന്നുന്നത് മുഴുവനും ഹറാമ്. പിന്നെ യവൻ ആരെ പേടിക്കണം? അവർക്ക് പേടിയില്ല. അപൂർവം ചില പലിശക്കാർ അത്ഭുതകരമായി ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്താപമുണ്ടായി പശ്ചാത്തപിച്ചു മാറി മാറി വരുന്നു എന്നല്ലാതെ ഇവരുടെ മനസ്സിന്റെ അകത്ത് പേടി വരാത്തത്. 100 പ്രാവശ്യം വ്യഭിചരിച്ചതിന്റെ സൂവിന്റെ സു അനുഭവിച്ചതിന് വ്യഭിചാരത്തിന്റെ ഹദീസ് പറഞ്ഞ് പേടിപ്പിച്ചാൽ മരിക്കണതിന് മുമ്പ് 2 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ നമ്മളെ കാര്യം കഴിച്ചില്ല എന്ന് പറയും. ഇത് ശൈത്താൻ ഇട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. കാരണം ശൈത്താൻ തന്ത്രമുണ്ടെങ്കിലല്ലേ അവര് നിങ്ങളെ കയ്യിൽ കിട്ടുള്ളൂ. അതിൽ നിങ്ങൾ വീണ്ടും പോകരുത്. നമ്മൾ പേടിക്കണം. നമുക്കൊന്നുമില്ല. അള്ളാന്റെ സ്വർഗം വാങ്ങാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മുടെ കയ്യിലൊന്നുമില്ല. എല്ലാരും പറയണു ബാക്കവിക്ക് ആ മകൻ സ്വർഗത്തിൽ ഉണ്ടാവും. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ടല്ല. അങ്ങനെ മകന് സ്വർഗത്തിലേക്ക്, എന്നെ സ്വർഗത്തിലേക്ക് എന്റെ വാപ്പച്ചയെ വിളിക്കണമെന്ന് ആ മകൻ പറയണ്ടേ? അവൻ സ്വർഗം കണ്ട് നമ്മളെ അങ്ങ് മറന്നുപോയാലോ? എന്റെ വാപ്പച്ചയൊന്നും എനിക്ക് ഓർമ്മയില്ല,
ഉമ്മച്ചി ഓർമ്മയില്ല, അവരൊന്നും വേണ്ട, എനിക്ക് സ്വർഗം മതി റബ്ബേ എന്ന് മോൻ പറഞ്ഞു പോലെ എന്ത് ചെയ്യും? പറയാൻ പറ്റൂല എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ നമുക്ക്. അള്ളാഹു അല്ലേ ഓരോ തീരുമാനിക്കണം. അള്ളാഹു പൊന്നുമോനെ സ്വർഗത്തിൽ കാണാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരുടെയും ചെറിയ മക്കളൊക്കെ മരണപ്പെട്ടു പോയ സങ്കടല്ലേ? അന്നനാളം ഉരുകിപ്പോയിട്ട് കട്ടിയുള്ള ഭക്ഷണം കഴിക്കാത്ത ഇവിടെയുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോളെ ഇന്നും ഞാൻ കണ്ടു. ഓടി വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എത്രയോ ആയിരക്കണക്കിന് സ്റ്റേജിൽ ആ മൂക്ക് വേണ്ടി ദ്വാരം. ഇപ്പോഴും അങ്ങനെ തന്നെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാതെ വെള്ളവും പാലും മാത്രം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം ആ മോള്. പക്ഷേ ശരീരം കണ്ടാൽ കട്ടിയുള്ള ആഹാരം കഴിക്കാത്ത കുഞ്ഞിന്റെ ശരീരമാണെന്ന് പറയില്ലേ? എന്തോ അള്ളാഹു ഏതോ ദുആടെ ബറക്കത്ത് കൊണ്ടോ മജ്ലിസിന്റെ ഹക്ക് കൊണ്ടോ അള്ളാഹു ഒരു സൗഭാഗ്യം കൊടുത്തതായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 10 മാസം പ്രായമുള്ള ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി, 10 മാസമേ ഉള്ളൂ, കരള് മാറ്റി വെക്കണം. ഞങ്ങൾ നടത്തുന്ന സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൽ ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. പൈസ വാങ്ങിക്കാനൊന്നുമില്ല, എന്നെ ഒന്ന് കണ്ടിട്ട് ഉസ്താദ് മജ്ലിസിലൊന്ന് ദ്വാരക്കൂടൊന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്നു. കരള് മാറ്റി വെച്ചാലും മരിക്കും, മാറ്റി വെച്ചില്ലെങ്കിലും മരിക്കും. അതാണ് കുഞ്ഞിന്റെ അവസ്ഥ. മാറ്റിവെച്ചാൽ ചിലപ്പോൾ കുറച്ചു കാലം കൂടി കൂടുതൽ ജീവിക്കും. പക്ഷെ ഡോക്ടർ പറഞ്ഞത് മാറ്റിവെച്ചാൽ വലിയ അപകടമാണ്, പൈസയും പോവും കുഞ്ഞും പോവും. അപ്പോ എന്തായാലും അങ്ങനെ മരിക്കണത് വരെ അങ്ങനെ പോട്ടെ. അപ്പൊ ഉമ്മ പറഞ്ഞു, എനിക്ക് സങ്കടമില്ല, എന്റെ കുഞ്ഞ് മരിച്ചോട്ടെ, മരണവേദനയോടുകൂടി ഞാൻ പ്രസവിച്ചതാണെങ്കിലും അള്ളാഹു തരാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഉസ്താദെ, അതുകൊണ്ട് പൊക്കോട്ടെ. പക്ഷേ ഒരു കാര്യം എനിക്കുള്ളൂ, എന്റെ മോളെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മോള് കരയുമ്പോ എനിക്ക് താങ്ങാൻ പറ്റണില്ല. കാരണം അവക്ക് പാട്ടുപാടിയാലോ പാല് കൊടുത്താലോ ഒന്നും കരച്ചിൽ നിർത്തുന്നില്ല. 10 മാസമല്ലേ ഉള്ളൂ. എവിടെയാണ് വേദനിക്കുന്നതെന്ന് ആ കുഞ്ഞു വാവയ്ക്ക് ഉമ്മയോട് പറഞ്ഞു കൊടുക്കാനുള്ള സംസാരശേഷി ഇല്ലല്ലോ. എന്റെ ഇവിടെ വേദനിക്കുകയാണ്, എന്റെ ഈ ഭാഗം വേദനിക്കുകയാണുമ്മ എന്ന് പറയാൻ എന്റെ കുഞ്ഞുമോക്ക് കഴിയില്ല ഉസ്താദേ. അതുകൊണ്ട് വേദന ഒന്ന് കുറയ്ക്കാൻ കരുണയുള്ള റബ്ബിനോട് നിങ്ങളൊന്ന് ദുആരക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും സമ്പാദ്യങ്ങളും സൗഭാഗ്യങ്ങളും മുഴുവനും സ്വീകരിച്ച് നന്ദി കെട്ടവരായി പടച്ചവനെ വെല്ലുവിളിച്ച് സ്വർഗ്ഗത്തെ നരകത്തെ നിസാരപ്പെടുത്തിയിട്ട് കഴിയുന്നവരെ, എന്ത് ധൈര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ? എന്ത് ധൈര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ? ആരും സ്വർഗവും നരകവും കൊണ്ട് തട്ടിക്കളിക്കുന്ന ലാഘവം കാണിക്കണ്ട. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവസാനം മരിക്കുന്നതിനും കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒറ്റക്ക് ഒരു ടെന്റ് കെട്ടിയിട്ട് അതിന്റെ അകത്തിരുന്നു. ഒരു ഹറാമ് ചെയ്യാത്ത മഹാനാണ്, ഒരു തിന്മ ചെയ്യാത്ത മഹാനാണ്. അധികാരത്തിന്റെ സോപാനം കിട്ടിയപ്പോ വീട്ടിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കൂട്ടുകാരികളോട് പറഞ്ഞത്, എന്റെ പഴയ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് എനിക്കിനി സുന്ദരമായ പുതിയ വസ്ത്രങ്ങൾ കിട്ടും, പുതിയ ഉടയാടകൾ കിട്ടും. ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്, പെണ്ണെ നിന്റെ പഴയ വസ്ത്രങ്ങളൊക്കെ എടുക്കുക. പെണ്ണ് പറഞ്ഞു, ഞാനിപ്പോ എന്റെ കൂട്ടുകാരികളോട് പറഞ്ഞതേ ഉള്ളൂ, എന്റെ പഴയ വസ്ത്രം മാറ്റിയിട്ട് പുതിയത് എനിക്ക് കിട്ടുമെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പഴയ വസ്ത്രം മാറ്റി വാങ്ങാനല്ല, നിനക്കിനി ഒരു വസ്ത്രം മതി, നിനക്കിനി ഉടുക്കാനും ഉറങ്ങാനും ഉണ്ണാനും ഒക്കെ ഒരു വസ്ത്രം മതി, ബാക്കിയുള്ളത് മുഴുവനും ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. തന്റെ കുടുംബം, തന്റെ കുടുംബത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുമ്പോ ഒരു ഖലീഫ എന്ന രീതിയിൽ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോൻ പട്ടിണി കിടന്നു. അല്ലാഹുവേ, വിശപ്പടക്കാൻ നിവർത്തിയില്ല. വാപ്പയാണെങ്കിലോ പള്ളിയുടെ മുറ്റത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാണ്. ഉമ്മ, ഒരു പാത്രം എനിക്ക് തരുവോ ഉമ്മ? വാപ്പ അധികാരം കിട്ടിയപ്പോ ഞങ്ങളെ നോക്കണില്ല, ഞങ്ങള് പട്ടിണിയല്ലേ, അതുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പാവപ്പെട്ട ഞാനെന്ന് പോയി വാങ്ങട്ടെ എന്ന് പറഞ്ഞു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ ഒരു പാത്രവുമായി ഓടിച്ചെല്ലുകയാ. വരിവരിയാ നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ തന്റെ പൊന്നുമോനെ കണ്ടപ്പോ ഓടിച്ചെന്നൊരു കമ്പ് കൊണ്ട് പാത്രം തട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞു, മോനെ, ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ മോന് തരാം. നീ രാജാവിന്റെ മകനല്ലേ, ബാക്കിയുണ്ടെങ്കിൽ മോന് തരാം. ഈ പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എത്ര പേടിച്ചതാണ് പടച്ചതമ്പുരാനെ. പക്ഷേ മരിച്ചതെങ്ങനെയാണ്? ആരോടും സംസാരിക്കാതെ ചെണ്ട് കിട്ടിയിട്ട് ദിക്റും സ്വലാത്തും ദുആയും ചൊല്ലി അവസാനം അല്ലാഹുമ്മ അജ്റിനീ മിനന്നാർ എന്ന് ആവർത്തിച്ചു പറഞ്ഞു കരഞ്ഞ്
നിസ്കരിക്കാൻ പിരിച്ച മുസല്ലയിൽ കണ്ണീര് നനഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയത്. അധികാരത്തിന്റെ സോപാനത്തിലിരിക്കുമ്പോ എന്തും നേടാമെന്ന മോഹം വന്നില്ല. എന്തുകൊണ്ട്? പടച്ചവനെ പേടിയുള്ളത് കൊണ്ടാണ്. കാലഘട്ടം കുറച്ച് പുറകിലേക്ക് പോയാൽ ഈ മഹാനുഭാവന്റെ പേരുള്ള ഒരു പാട്ട് നമുക്കറിയാം. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും കാലണയില്ല യാചകനാണെന്നോ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും കാലണയില്ല യാചകനാണെന്നോ. അല്ലാഹുവേ, കാണുന്ന ഒരു മുന്തിരി കൊല പറച്ച് കഴിക്കാനുള്ള 4 അണ പോലും കയ്യിലെടുക്കാനില്ലാത്ത പാപ്പരാസിയായ രാജാവ് ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് നരകത്തെ കുറിച്ച് പറഞ്ഞു ഭയന്ന് കരഞ്ഞു 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 നിലവിളിച്ചിട്ടാണെങ്കിൽ അല്ലാഹുവേ, നമ്മളാരാ പ്രിയപ്പെട്ടവരെ, നമ്മളാരാ? പെണ്ണേ, നിന്റെ ഒരു തലമുടി പുറത്ത് കണ്ട നരകമല്ലേ? അന്യപുരുഷന്മാർ ആഗ്രഹിക്കുന്ന വിധത്തിലൂടെ വസ്ത്രം ധരിച്ചു നടന്ന നരകമല്ലേ? ഷോപ്പിൽ നിന്ന് പർദ വാങ്ങിക്കൊണ്ട് വന്ന് ഇടുപ്പിന്റെ ഭാഗം ടൈറ്റായിട്ട് അടിച്ചുകൊണ്ട് ആ പർദ ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണേ, നിനക്ക് അല്ലാഹു തരുന്നത് നരകമല്ലേ? അത് വെറുതെ തമാശക്കൊന്നും പറയണതല്ല. പെണ്ണിന്റെ 2 സ്ഥലത്താണ് ശൈത്താൻ സ്വൈരവിഹാരം നടത്തുന്നത്. 1 തലയിലും 2 അരക്കെട്ടിലുമാണ്. അരക്കെട്ടിൽ, പെണ്ണിന്റെ അരക്കെട്ടിൽ ഇബ്ലീസ് ഇരിക്കുന്നത് കൊണ്ടാണ് 2 കാര്യം ഇന്ന് സ്ത്രീകൾ ചെയ്യുന്നത്. 1, അവർ ഐഹീലിന്റെ ചെരുപ്പിടുന്നു. പെൺകുട്ടികൾ ഐഹീലിന്റെ ചെരുപ്പിടുന്നത് എന്തിനാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണത് ഇടുന്നതെന്ന്? ഇത്രയും കാലിങ്ങനെ ഉയർന്നിരിക്കുന്നത് കൊണ്ട് ഒരു പെണ്ണിന് എന്ത് സ്റ്റൈല്, എന്ത് നേട്ടം കിട്ടാനാ? ഒരു പട്ടിയെ കാണാൻ ഓടിച്ചാൽ ഓട വീണ് ചാവും. ഇതുകൊണ്ട് ഇങ്ങനെ ഓടാനും കഴിയില്ല. പിന്നെ എന്തിനാണ് ഇത് ഇടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ പിൻഭാഗത്തിന് ഗ്ലാമർ കൂടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പെണ്ണതിട്ടാൽ ഞാൻ ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇടുന്നത് എന്ന് മനസ്സിൽ കരുതിക്കോ. അപ്പോഴാണ് നരകത്തിന് ചൂട് കൂടുതലുണ്ടാവുക. വെറുതെ പറഞ്ഞതല്ല. നമ്മൾ പറയും, ഉസ്താദ് ഈ വർഷാവർഷം ഇവിടെ വന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല സഹോദരിമാര്, ആരും ഉണ്ടാവൂലല്ലോ പൊതിഞ്ഞ കബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ. എന്തിന് നമ്മൾ ഈ കോമാളിത്തരം കാണിക്കുന്നു? എന്ത് നേട്ടം നമുക്ക് കിട്ടുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അത്? അതുകൊണ്ട് എന്ത് ഉപകാരം നമുക്ക് ഉണ്ടാകുന്നു? ആ ചെരുപ്പ് ഈ വാത് കേൾക്കാൻ വന്ന ഒരു പെണ്ണും ഇന്നു മുതൽ ധരിക്കരുത്. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. ആണുങ്ങളെ ആമീൻ പറഞ്ഞോളൂ, കാരണം നമുക്ക് പൈസ ചിലവില്ലല്ലോ. അതങ്ങ് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പൈസ വാങ്ങിച്ചു കൊടുത്തായി. താത്തവൻ ആമീൻ പറഞ്ഞിട്ടില്ല. ധരിക്കരുതുമ്മ, നമുക്ക് അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൊതിഞ്ഞ് ഇവിടെ കെട്ടി, വിരലൊക്കെ കെട്ടിയൊക്കെ വെച്ച് നമ്മളെ കൊണ്ടുവന്ന് അടക്കിയിട്ട് അങ്ങ് പിരിഞ്ഞു പോയാൽ പിന്നെ അവിടുത്തെ ലോകം എന്താ? പിന്നെ അവിടെ നടക്കാൻ പോണത് എന്താ? ആലോചിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ ചെരുപ്പും കൂട്ടുകാരികളും സുന്ദരിക്കുട്ടികളും ഒന്നും വരൂല. ചെരുപ്പിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ അടുത്തൊരു ഉപ്പാപ്പ പള്ളിയുടെ നടയിൽ കാലിന്റെ ചെരുപ്പിന്റെ വള്ളി കാലിക്കുരുങ്ങി മറഞ്ഞു വീണു. കല്ല് തറയെ മീസാൻ കല്ലി പോയി ഇടിച്ചു. എന്താ പ്രശ്നം? പുതിയ ചെരുപ്പ് പുലിമുരുകനാണ് അത്രേ. പാമ്പ് പോലെ ചുറ്റി ചുറ്റി കിടക്കാണ് കുറെ വള്ളി. പള്ളിയിലേക്ക് ഉപ്പാപ്പ അവർക്ക് കയറാൻ പറ്റണില്ല. ഏത് കോമാളിത്തരം എന്ത് വിളമ്പിയാൽ അപ്പഴേ പോയി 2 പുലിമുരുകന്റെ ചെരുപ്പ് ചെറുതായി നോക്കട്ടെ, നമ്മൾ അപ്പഴേ ചെന്നോളൂ. നമുക്കിത് വേണം. എന്ത് കോമാളിത്തരം കണ്ടാലും നമ്മൾ പോയി നമ്മൾ പൈസ എല്ലാം നോക്കുക, സ്റ്റൈലാണ്. നമുക്കതാണ് ആവശ്യം. സഹോദരിമാരെ പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റൂല. ഏവന്റെങ്കിലും കോലം കണ്ട് നമ്മൾ ഈ തുള്ളിച്ചാടാൻ നിൽക്കരുത്. അള്ളാഹുവേ, കാലിന്റെ ഭാഗത്താണ് ഖദീജ ബീവിക്ക് കഫംപുട വധകയാത്തത് കൊണ്ട് ഇദ്ഖർ പുല്ല് വെച്ചു കൊടുത്തത് എന്ന് ഐഹീലിന്റെ ചെരുപ്പിടുന്ന പെൺകുട്ടികൾ ഓർമ്മിക്കണം, ആലോചിക്കണം ആ വിഷയം. ഈ കൊടുവള്ളി, കോഴിക്കോട് കൊടുവള്ളിയിലെ ഒരു പ്രിയപ്പെട്ട പെങ്ങള് കത്തെഴുതി വിട്ടതാണ് ജയ്ഹിന്ദിൽ, ഉസ്താദേ എനിക്ക് ക്യാൻസറാണ്. എന്റെ ക്യാൻസറിന്റെ വേദനയെക്കാളും എന്റെ ശരീരത്തെ വേദനിപ്പിച്ചത് എന്റെ മുടി മുറിച്ചു മാറ്റിയപ്പോഴാണ്. സഹിക്കാൻ പറ്റിയില്ല ഉസ്താദേ. മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് ഞാൻ വളർത്തി വെച്ചിരുന്ന എന്റെ കാറുകൂന്തൽ എന്റെ തലയിൽ നിന്ന് വെട്ടിമാറ്റിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടിപ്പോയി എന്നാണ്.
അത്രയ്ക്ക് ഇഷ്ടമാണ് പെണ്ണിന് സൗന്ദര്യം. പക്ഷേ ആ സൗന്ദര്യം അതിനേക്കാളേറെ സൗന്ദര്യമുള്ള ഹൂർലീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആക്കാൻ നമ്മളൊന്നും മനസ്സിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ചാൽ പോലെ. അതുകൊണ്ടത് വേണ്ട. രണ്ടാമത് പെണ്ണ് വസ്ത്രം ഈ അരക്കെട്ട് ഭംഗിയാക്കാൻ വേണ്ടി ഇപ്പൊ അതിന് ആട്ടിനെ കെട്ടുന്നത് പോലെ പറതയ്ക്ക് ഒരു വള്ളിയും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഒരു വള്ളി, ഭർത്താവിന് ഒരു ചെറിയ കണക്ഷൻ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിരുന്ന ഏത് കല്യാണത്തിന് പോയാലും 4 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വിളിച്ച് കയറ്റാൻ പറ്റും, ചൂണ്ടയിടുന്ന പോലെ. ഒരു വള്ളി അത് ഇവിടെ ഇങ്ങനെ കെട്ടാൻ, ഈ അരക്കെട്ടിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പൊ ഇവിടെ ടൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ തല, എന്തൊക്കെ കോലമാണ്. കുറെ കാലം ഇങ്ങനെ നടക്കും, കുറെ കാലം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കും, എല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ. അങ്ങനെ പല പോലെ. എന്തുകൊണ്ടാണെന്നറിയോ? തലയില് ഇബ്ലീസ് ഇരിക്കുന്നുണ്ട് പെണ്ണിന്റെ. ചില സഹോദരിമാർ നല്ല പർദ്ദ ഇടും, തസ്ബീഹ് മാല കയ്യിൽ കാണും, എന്നിട്ട് തട്ടം തായി ഇങ്ങനെ അങ്ങ് ഇടും, എന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകും. തല മറയ്ക്കൂല, ഒരു സ്റ്റൈലാണ്. വെറുതെ ഒരു ശാലെടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കും. ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഇങ്ങനെ ഇടും, മുസ്ലിയെ കാണുമ്പോൾ ഇങ്ങനെ ഇടും, തങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഇടും. അപ്പൊ ഓരോരുത്തർക്ക് ഇങ്ങനെ കൂടുതലാ. തങ്ങളെ ഒട്ടും കാണിച്ചുകൂടാ, മുസ്ലിയാരെ പകുതി കാണിക്കുക എന്നൊന്നും കിതാബിലില്ല. നീ ആരെയും കാണിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കാണിച്ചാൽ അല്ലാഹുവേ പടച്ചവനേ, ഇരുട്ടറയിടാകാരമായ ഗർത്തം ഒരു ലോകമാണ് പെങ്ങളെ, അതൊരു ലോകമാണ് പെങ്ങളെ. സഹിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ഖബർ കുഴിച്ചിട്ട് അതിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ടാണ് ഖുർആൻ ഓതിയത്. ഓതി അതിന്റെ തിരുന്ന് മരണപ്പെട്ടു. ഫലസ്തീനിൽ പോയപ്പോ ആ മഹദിയുടെ ഖബർസ്ഥാൻ കണ്ടപ്പോ അവിടെ ഉള്ളവര് പറയുന്ന, ഉസ്താദ് ഇവിടെ ഇരുന്നിട്ടാണ് ആ മഹദി നിസ്കരിച്ചിരുന്നത്. ഖബറിന്റെ തൊട്ടുചാര മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചു. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ അവരൊക്കെ നരകത്തെ ഭയന്ന് പടച്ചവനോട് കാവല് ചോദിച്ചെങ്കിൽ പിന്നെ നമ്മൾ ആരാ പ്രിയപ്പെട്ടവരെ? വെറും ചണ്ടികളല്ലേ. ആകെ ഒരു ക്വാളിറ്റിയേ നമുക്കുള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ്. ഈ ഒരൊറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ ഇതിൽ രക്ഷപ്പെടണം, കരകയറണമെങ്കിൽ ഇതിൽ കരകയറണം. അന്ത തത്ലൂ ബൈനനാ ഫിൽ കവാകിബി കൽബൂദൂർ ബൽവ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطاهي والحبيب العربي والحبيب العربي. സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ മുത്തറസൂലിന്റെ കരളായ അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നരകത്തെ തൊട്ട് കാവല് ചോദിച്ചത്? ഒരു സ്നേഹജാലകം എടുത്തുകൊണ്ടൊന്നേ ഒരെണ്ണം. ഈ മുത്തറസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ അലി റളിയല്ലാഹു അൻഹു അറിവിൽ, ഈമാനിൽ, തഖ്വയിൽ, കരുത്തിൽ, ശക്തിയിൽ, എല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവർ എത്രയാ ഭയപ്പെട്ടത് നരകത്തെ. ആ ചരിത്രം കൂടി കേട്ടിട്ട് വേണം പിന്നെ നമ്മൾ എങ്ങനെയാണ് കാവല് ചോദിക്കാനെന്ന ചരിത്രം. അൽഹംദുലില്ലാഹ്, ഇതാണ് സ്നേഹജാലകം. ഇതിന്റെ പുറകിലുണ്ട് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരം എന്ന ഫൗണ്ടേഷൻ. ഒരു ബിൽഡിംഗ്, വാടക കെട്ടിടമാണ്. ഒരു രോഗിയെ കാണാൻ പോയപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്നും തുടങ്ങിയില്ല അറബി കോളേജും എത്തിയങ്ങാനെ ഒന്നും. ഈ എനിക്ക് തുടങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ല, പേടിച്ചിട്ടാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും അതൊക്കെ ഉണ്ട്, ഞങ്ങൾ കൂടി അത് തുടങ്ങണ്ട. കാരണം ജനങ്ങൾ സാമ്പത്തിക ആരോപണങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ രോഗി ഇങ്ങനെ പിടിച്ചു പറഞ്ഞപ്പോ, അന്നെന്റെ മകൻ കൂടി വിട പറഞ്ഞു പോയ ഒരു സങ്കടത്തിന്റെ സാഹചര്യമായതുകൊണ്ട് കുറെ രോഗികൾക്ക് മരുന്നും വീൽചെയറും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പോയപ്പോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തു. അത് തുടങ്ങി. 10-18 രോഗികൾ ഇപ്പോഴുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച്. നോക്കാൻ സ്റ്റാഫുകളുണ്ട്, അവർക്ക് പല്ലിയിച്ചു കൊടുക്കാൻ, കുളിപ്പിക്കാൻ, വസ്ത്രം കൊടുക്കാനൊക്കെ ഉണ്ട്. എല്ലാ മാസവും 11-ാം തീയതി അവിടെ മജ്‌ലിസുൻ നൂറും സ്വലാത്തും ദുആയും ഒക്കെ വൈകുന്നേരം വെച്ച് രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. ബിൽഡിങ്ങിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സ്വന്തമായി സ്ഥലമൊക്കെ വാങ്ങി ഒരു പുതിയ ബിൽഡിംഗ് കെട്ടും ഇൻഷാ അല്ലാഹ്. അതാണ് നിയ്യത്ത്.
അതിന് നിങ്ങളൊക്കെ ദ്വാരക്കണം. ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദ് ഞാൻ ഒറ്റയ്ക്കാണ് നടത്തുന്നത്, കൂടെ ആളുണ്ടെങ്കിലും സാമ്പത്തികത്തിന്റെ വിഷയത്തിൽ ഒറ്റയ്ക്കാണ്. കുറെ ആളുകളൊക്കെ ചിലപ്പോൾ ചില സംഭാവനകളൊക്കെ അവിടെ കൊണ്ടുവന്ന് തരും, അത് വേണ്ടെന്നൊന്നും പറയില്ല. അവകാശവാദം പറഞ്ഞാൽ നിന്ന് വാങ്ങില്ല, നിങ്ങൾ ഇത്ര തരണം ഇത്ര എന്നൊന്നും പറയില്ല. അവിടെ വന്ന് കാണുമ്പോൾ ചിലപ്പോൾ രോഗികളെ കാണുമ്പോൾ മരുന്നിന് ഈ മാസത്തെ ചിലവിന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സുഖമൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ അതിന്റെ ചിലവും കൂടി ആഗ്രഹിച്ചിട്ട് അവിടുത്തെ കാര്യം റാഹത്തോടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് ഒരു പ്രസിദ്ധീകരണം. ഇതൊരു ക്വാളിറ്റി ഉള്ള ഒരു മാസികയാണ്. ഇത് സാധാരണ ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള പിന്നെ നിലവാരം കുറഞ്ഞ ഒരു മാസികയാണ്, നല്ല നിലവാരമുള്ള ഒരു മാസികയാണ്. ഇതിൻ്റെ അകത്ത് ആകെ പിന്നെ ഒരു പ്രധാനമായി നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് അൽ ജവാബിന്റെ കുറച്ച് ചോദ്യങ്ങളും പിന്നെ അതിനകത്ത് കുറച്ച് ദുആയും ഉണ്ട്. പിന്നെ ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ വർക്കലയിൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത കുട്ടി ആഫിലായ സംഭവമുണ്ട്. പിന്നെ അതുപോലെ തഴവ ഉസ്താദിന്റെ ചരിത്രമുണ്ട്, കടുവിൽ പള്ളിയുടെ ചരിത്രമുണ്ട്, ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന മനോഹരമായ സംഭവമുണ്ട്. പിന്നെ ആനുകാലികമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങി വായിക്കുമ്പോൾ അൽഹംദുലില്ലാ മനസ്സിലാകും. ഇനി ഒന്നും നിങ്ങൾക്ക് ഇതിനൊന്ന് വായിക്കാനും പഠിക്കാനും കിട്ടിയില്ലെങ്കിലും അൽഹംദുലില്ലാ ഇതുകൊണ്ട് ഒരു വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ സംഭവം എന്ന് അറിയാത്തവർക്ക് ഒന്ന് അൽഹംദുലില്ലാ പിന്നെ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സഹോദരിമാർ കൂടി പള്ളുരുത്തിയിൽ സ്നേഹസാഗരത്തിലേക്ക് അടുത്ത 15-ാം തീയതി ഇവിടെ തുറക്കം ചെയ്യാൻ വേണ്ടിയില്ലേ, കുറച്ച് സഹോദരിമാർ കൂടി പള്ളുരുത്തിയിൽ ഉള്ള കുറച്ച് സഹോദരിമാർ സ്നേഹസാരത്തിലേക്ക് ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 15-ാം തീയതി. ഈ മാസം 10-നാണ് ദുആ, അടുത്ത മാസം ഒരു 15-ാം തീയതി, എല്ലാ മാസം 15-ാം തീയതി എത്തിക്കാമെന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിചാരിക്കുന്ന ഒരു ക്വാളിറ്റി അതിന് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എനിക്ക് വേണം. ഇൻഷാ അല്ലാഹ് അത് ചെയ്ത് അതിനെ ഭംഗിയാക്കും. നിങ്ങളുടെ പിന്തുണയും ദുആയും വേണം. സഹായത്തെക്കാൾ ഉപരി ആവശ്യം നിങ്ങളുടെ പിന്തുണയും ദുആയുമാണ്. അൽഹംദുലില്ലാ ബിസിനസ് പുരോഗതിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പേര് പറയാത്തൊരു സഹോദരൻ ലൈവായി പ്രോഗ്രാം കണ്ടുകൊണ്ട് 10,000 രൂപ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട സഹോദരൻ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ ആലപ്പുഴയിലുള്ള റിയാസ് കൈചൂണ്ടിമുക്ക് മക്കൾ സോലിഹാകാനും അടുത്തു പോകുന്ന യാത്രയിൽ ബറക്കത്തുണ്ടാകാനും വേണ്ടി 6,666 രൂപ. തന്റെ മക്കളുടെ മദ്രസ പഠന പുരോഗതിക്കും ഉമ്മയുടെ ഖബർ ജീവിത സന്തോഷത്തിലാകാൻ വേണ്ടി അബ്ദുൽ നസീർ മംഗലാപുരം 1000 രൂപ. അൽഹംദുലില്ലാ അങ്ങനെ ധാരാളം സഹോദരങ്ങളെ സഹോദരിമാർ ലൈവായി പ്രോഗ്രാം കണ്ട് നമ്മുടെ ഇതിന്റെ ആവശ്യത്തിന് മദ്രസയ്ക്ക് വേണ്ടി സ്വതക്ക നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആരക്കാം. അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോൾ ആ സ്നേഹജാലകം എന്ന പ്രസിദ്ധീകരണം നിങ്ങളുടെ മുന്നിലേക്ക് ഇൻഷാ അല്ലാഹ് അവർ കൊണ്ടുവരും. ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാഹ് വാങ്ങും. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത ഒരു മഹാനായ അലി റളിയല്ലാഹു. എന്തുകൊണ്ടും സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന, എന്തുകൊണ്ടും അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിന്റെ അവകാശം പറയാൻ പറ്റുന്ന ഒരു ഭാഗ്യം. ഒരു ഭാഗത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ, മറുഭാഗത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മറുഭാഗത്ത് മുത്ത് റസൂൽ, എല്ലാം കൊണ്ടും 4 ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ കാറ്റടിച്ചു വീശുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു. അറിവിന്റെ വിഷയത്തിലോ ആരെക്കാളും മുൻപന്തിയില്ല. പക്ഷേ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ നരകത്തെ എത്ര ഭയന്നിരുന്നു എന്നറിയോ? ആ നരകത്തിന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താ? നരകത്തിന്റെ അകത്ത് കിടന്ന് ആളുകൾ ഇങ്ങനെ കത്തിയിരിയുമ്പോ, ആ നരകത്തിന്റെ അകത്ത് കിടന്ന ആളുകൾ ഇങ്ങനെ കത്തിയിരിയുമ്പോ മാലിക് എന്ന് പറയുന്ന മലക്കിനെ നോക്കിയിട്ട് മനുഷ്യരിങ്ങനെ നിലവിളിക്കുകയാണ്, യാ മാലിക് ഖദ് സാല മിന്നൽ ഹദീദ്. അല്ലയോ മാലിക് എന്ന മലക്കേ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാലിക്കേ, നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല മാലിക്കേ. ഞങ്ങളുടെ കണ്ണിലൂടെ, ഞങ്ങളുടെ നെഞ്ചിലൂടെ, ഞങ്ങളുടെ തലയിലൂടെ മാലിക് എന്ന മലക്കേ ചലമിങ്ങനെ പൊട്ടി വീഴുകയാണ്. നരകത്തിന്റെ ചലമിങ്ങനെ പൊട്ടി വീഴുകയാണ്, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിലവിളിക്കുമ്പോ, യാ മാലിക് ഖദ് ഹബിയ അലൈനൽ വുഖൂദ്, ശരീരത്തിന്റെ ചൂടിന്റെ ഗാംഭീര്യം ആ പ്രിയപ്പെട്ടവരിങ്ങനെ വിളിച്ചു പറയുകയാണ്. ആ പ്രിയപ്പെട്ടവരിങ്ങനെ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ. ആ സമയത്താണ് മാലിക് എന്ന മലക്ക് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? ആ മലക്ക് ചോദിക്കുന്നു, നിങ്ങൾ
ആരാണ്, ഏത് പ്രവാചകന്റെ അനുയായികളാണ്. ആ സമയത്തറാ ആ മനുഷ്യര് പറയുകയാണ്, കത് ഉമ്മത്തുൽ കുന്നാ ഉമ്മത്തുൽ ഖുർആൻ. പ്രവാചകനെ ഞങ്ങൾക്കറിയില്ല, ഏത് പ്രവാചകനാണ് ഞങ്ങളുടെ നേതാവായിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഖുർആനിന്റെ ഉമ്മത്താണ്. ആ സമയത്ത് മാലിക് എന്ന മലക്ക് പറയുന്നു, നിങ്ങൾ ഖുർആനിന്റെ ഉമ്മത്താണെങ്കിൽ നിങ്ങൾ ആരും അറിയോ, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണെന്ന് പറയുമ്പോൾ അവര് കരയുകയാണ്. മാലിക് എന്ന മലക്ക് പറയുന്നു, ഇന്ന് കരഞ്ഞിട്ടെന്താ, ഈ നരകത്തിൽ കിടന്ന് കരഞ്ഞിട്ടെന്താ, ആരംഭ റസൂലിന്റെ പേര് പറഞ്ഞ സ്വാലിഹീങ്ങൾ അന്ന് കരഞ്ഞപ്പോ നിങ്ങൾക്ക് പുച്ഛമായിരുന്നല്ലോ, നിങ്ങൾ മാറിയിരുന്ന് കുറ്റപ്പെടുത്തിയല്ലോ, നിങ്ങൾ കളിയാക്കിയല്ലോ, അതുകൊണ്ട് ഇന്ന് കരഞ്ഞിട്ട് അർത്ഥമില്ല, അന്ന് കരയണമായിരുന്നു. സഹോദരിമാർ, ഇപ്പൊ ജാലകം വായിക്കരുത്. ഇപ്പൊ ജാലകം വായിച്ചാൽ നരകത്തിന്റെ തണുപ്പായി പോകും, ചൂട് മാറും. വീട്ടിൽപോട്ട് വായിക്കാം. അല്ലാഹുവേ പടച്ചവനെ, ആ മാലിക് എന്ന മലക്ക് പറയുകയാണ്, മാലിക് എന്ന മലക്ക് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലും ഈ തീക്കാറ്റ് വന്ന് വെന്തരിയുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് കരഞ്ഞുകൂടായിരുന്നോ? അന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നതിന് മുമ്പ് മഹാന്മാര് മുഴുവനും കരഞ്ഞത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു ചരിത്രം കേൾക്കണ്ടേ. ഖലീഫയായിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങി നടക്കുമായിരുന്നു. അല്ലാതെ വിസ എടുത്തുകൊണ്ട് ലോകം മുഴുവനും കറങ്ങി നടന്നിട്ടില്ല. ഇനി ഒരു രാജ്യവുമില്ല നമ്മുടെ ഭരണാധികാരികൾക്ക് സഞ്ചരിക്കാൻ ബാക്കി. എല്ലാ സ്ഥലവും കണ്ടു, എല്ലാ നാടിന്റെ ഭക്ഷണവും രുചിച്ചു, എല്ലാ ലോകത്തിന്റെ സുഖവും മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണെന്നറിയാതെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ എന്താണ് കുറവെന്ന് അന്വേഷിക്കുമായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും നടന്നു പോകുമ്പോ ഒരു പ്രിയപ്പെട്ട ഉമ്മ 2 പാത്രത്തിലാണ് വെള്ളം ചുമന്നു കൊണ്ടുപോകുന്നത്. എന്തോ ചെറിയ ഭക്ഷണ സാധനങ്ങളും ഉണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ നിങ്ങൾ എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? ആ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ആരാണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു മുസാഫിറാണ്, വഴിയാത്രക്കാരനാണ്, നിങ്ങളുടെ സങ്കടം ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറയുമ്പോൾ ആ ഉമ്മ പറയുന്നു, മോനെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി മോനെ, ഈ പാത്രമൊന്ന് എന്റെ വീട്ടിലെത്തിക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ വീടൊന്ന് പറഞ്ഞു തന്നാ മതി. ഉമ്മയോടൊപ്പം നടക്കുന്നു രാജ്യത്തിന്റെ ഖലീഫ, റസൂലിന്റെ പൊന്നുമോളെ, സുന്ദരനായ മാരൻ അലി റളിയല്ലാഹു അൻഹു. എന്നിട്ടത് കൊണ്ടുകൊടുത്ത വീട്ടിൽ വെക്കുമ്പോ 2 ചെറിയ മക്കളും ഒരു വലിയ പൊന്നുമോനുമുണ്ട്. 3 പേരും തളർന്നു കിടക്കുകയാണ്. ഉമ്മ വന്നപ്പോൾ ആ കുഞ്ഞുമക്കളൊന്ന് കരയാൻ തുടങ്ങി. കരയണ്ട മക്കളെ, കരയണ്ട. ഉമ്മച്ചിയാ കൊണ്ടുവന്ന വെള്ളം മക്കളുടെ വായിലൊഴിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലേ? ഇല്ല മോനെ, ഇവര് പാവപ്പെട്ട അനാഥ മക്കളാണ്, യതീമീങ്ങളാണ്. ഇവർക്ക് എത്രയോ ദിവസം കൊണ്ട് പട്ടിണിയാണ്. ഈ മരുഭൂമിയിലെങ്ങും ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. എത്രയോ ദൂരത്ത് നടന്നുപോയി പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നതാണ് ഞാൻ. ഈ വെള്ളമാണ് എന്റെ മക്കൾക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. എന്നിട്ടാ പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. അന്ന് രാത്രി ബഹുമാനപ്പെട്ടവർക്ക് ഉറക്കം വന്നില്ല, കിടക്കാൻ പോലും കഴിയുന്നില്ല. അല്ലാഹുവേ, പിറ്റേന്ന് സുബഹി കഴിഞ്ഞപ്പോ തന്നെ കുറെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറാക്കിയിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു വലിയ ഒരു ചാക്ക് തലയിൽ വെച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ കൂടെ വന്ന 2-3 സഹാബികൾ പറഞ്ഞു, തങ്ങളെ, നിങ്ങളുടെ രാജ്യത്തിന്റെ ഖലീഫയല്ലേ, നിങ്ങളെ കൊണ്ടിത് ചുമക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ആ വലിയ ചുമട് ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നാ ഞങ്ങൾ കൊണ്ട് കൊടുത്തുകൊള്ളാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ പരലോകത്തിന്റെ ചുമട് നിങ്ങൾ എടുക്കുവോ? നാളെ പരലോകത്ത് എന്റെ ചുമട് നിങ്ങൾ എടുക്കുമോ? അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് തരാം. തയ്യാറായില്ല, മാറിപ്പോയി. മഹാനായ അലി റളിയല്ലാഹു അൻഹു അത് ചുമന്ന ഉമ്മയുടെ മരുഭൂമിയിലൂടെ ഉമ്മയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ പ്രിയപ്പെട്ട മക്കൾ മാത്രമേ ഉള്ളൂ.
മുതിർന്ന കുട്ടിയോട് തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ ഉമ്മ എവിടെയാണ്? ഉമ്മ ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോയി തങ്ങളെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊട്ടിക്കരയുന്ന കുഞ്ഞുമക്കളെ നീ കളിപ്പിക്കടാ, ഈ പ്രിയപ്പെട്ടവൻ നിങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി തരാം. ഒരു രാജ്യത്തിന്റെ ഖലീഫ വെറുതെയാണോ ഫാത്തിമ എന്ന പൊന്നുമോളെ അറേബ്യൻ മണ്ണിന്റെ മുഴുവൻ രാജകുമാരന്മാരും ആവശ്യപ്പെട്ടിട്ട് അവർക്കൊന്നും കൊടുക്കാതെ അലിയാര് തങ്ങൾക്ക് മാറ്റിവെച്ചത് വെറുതെയാണോ? അലി റളിയല്ലാഹു അൻഹു പാചകം ചെയ്യുകയാണ്. അടുപ്പിൽ തീ കത്തിക്കുന്നു, വിറക് കൂട്ടി വെക്കുന്നു. അല്ലാഹുവേ, മക്കൾക്ക് സന്തോഷമായി കരച്ചിൽ നിർത്തിയിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കാണ്. നമുക്ക് പട്ടിണി അറിയാത്തത് കൊണ്ട് അതിന്റെ സങ്കടം അറിയില്ല. നമ്മൾ പട്ടിണി കിടന്നിട്ടില്ലാത്തോണ്ട് ആ രംഗത്തിന്റെ ഗൗരവം അറിയില്ല. അലി റളിയല്ലാഹു അൻഹു അടുപ്പിങ്ങനെ കത്തുമ്പോ തന്റെ വിരൽ തുമ്പ് അടുപ്പിനകത്തേക്ക് വെച്ചു കൊടുക്കുകയാ. തന്റെ വിരൽ തുമ്പ് അടുപ്പിനകത്തേക്ക് നീട്ടിവെച്ചു കൊടുക്കുകയാണ്. ആ വിരൽ തുമ്പിലേക്ക് ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അവിടെ നിന്ന് മുതിർന്ന കുട്ടി വന്നിട്ട് പറയുന്നു, തങ്ങളെ നിങ്ങളുടെ കയ്യിൽ തീ കത്തുകയാണല്ലോ, നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ പുറകിലേക്ക് എടുക്കാൻ പറ്റുന്ന കയ്യെ വീണ്ടും അകത്തേക്ക് ഇടത്തേ കൈ കൊണ്ട് പിടിച്ചകത്തേക്ക് കയറ്റിവെക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ എന്റെ ശരീരം അറിയട്ടെ മോനെ, എന്റെ ശരീരം അനുഭവിക്കട്ടെ മോനെ. നിങ്ങളെ പോലെ പാവപ്പെട്ട യതീമീങ്ങൾ ഇവിടെ പട്ടിണി കിടന്നിട്ട്, നിങ്ങളെ പോലെ പാവപ്പെട്ട യതീമക്കള് ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്നിട്ട് എന്റെ മക്കളെ അത് ചിന്തിക്കാതെ രാജാധികാരം നടത്തിയ അലിയാര് തങ്ങള് നരകത്തിന്റെ ചൂടറിയട്ടെ, നരകത്തിന്റെ ചൂടറിയട്ടെ, നരകത്തിന്റെ ചൂടറിയട്ടെ എന്ന് പറഞ്ഞിട്ട് തീയിലേക്ക് വിരൽ വെച്ചു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, ഉമ്മാ അയൽവാസി പട്ടിണി കിടന്ന പേടിക്കണം നിങ്ങളെ നരകത്തെ. ഒരു യതീമ് സഹായിക്കാൻ ആളില്ലാതെ പൊട്ടിക്കരഞ്ഞാ പേടിക്കണം നമ്മൾ നരകത്തെ. ഇവിടത്തെ മനോഹരമായ ദഅവാസിലിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് എല്ലാ വർഷവും എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു കല്യാണത്തിനും വീട് വെക്കാനും ഒക്കെ സുറക്ക മാറ്റിവെക്കലുണ്ടായിരുന്നു. ഈ വർഷം അവരത് മാറ്റിവെച്ചത് ഈ മദ്രസയെ, ഈ വടുതലയുടെ ചുറ്റുവട്ടത്തുള്ള ആരും ഏറ്റെടുക്കാത്തത് കൊണ്ടാണ്. അവർ തന്നെ ഏറ്റെടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു. യൂട്യൂബിലൂടെ ലൈവായി പ്രോഗ്രാം കണ്ടുകൊണ്ട് ആ സംരംഭത്തിന്റെ വിജയത്തിന് സുറക്ക നൽകിയവര്, ഇവിടത്തെ ബക്കറ്റിലൂടെ കവറിലൂടെ സുറക്ക നൽകിയവര്, അല്ലാഹുവേ പടച്ചവനെ അവർക്ക് ഹൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ, അവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണേ അല്ലാ, രണ്ട് ലോകത്ത് സമാധാനവും സന്തോഷവും കൊടുക്കണേ അല്ലാ. ആ നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയെ തൊട്ട് അവരെയും ഞങ്ങളെയും ഈ വന്നിരുന്ന ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുബഹി കഴിഞ്ഞാലും അരിവ് കഴിഞ്ഞാല് കാല് ചലിപ്പിക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ 7 പ്രാവശ്യം നീതമാ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ച് നിങ്ങൾ ദ്വാരന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നരകത്തെ തൊട്ട് നിങ്ങളെ കാക്കുമെന്ന് പറഞ്ഞെങ്കിൽ ളുഹർ നമസ്കാരത്തിന് മുമ്പും ശേഷവുമായി മുസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം അധികരിപ്പിച്ചാൽ നരകമോചനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നരകമോചനം വാങ്ങിത്തരും. ഒന്നെങ്കിൽ ആ ഖുർആൻ നിങ്ങൾ മനഃപാഠമാക്കി ഹാഫിളാകണം, ഇല്ലെങ്കിൽ ആ ഖുർആനിന്റെ ഓരോ ഹർഫുകളെയും ആദരിക്കുന്ന ഒരു ആലിമാകണം. അല്ലാഹുവേ ഇതിലേതിലെങ്കിലും ഒന്നിൽ പെട്ടിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ, മഹാഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാ. എന്നും എപ്പോഴും നമ്മൾ ദ്വാരക്കണം. ഓരോ നമ്മുടെ അമലും അല്ലാഹു ഇത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലാക്കണമെന്ന് നമ്മൾ ഇപ്പോഴും ദ്വാരക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യൽജന്നാറ അഹദുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്ന് കരയുന്നവരുടെ കണ്ണുകളുള്ളവരുടെ ശരീരം നരകത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. നമുക്ക് അങ്ങനെ ഭയന്ന് കരഞ്ഞൊന്ന് ദ്വാരുന്നൂടെ?
വീട്ടിൽ നിങ്ങൾ യാസീൻ ഓതിയിട്ട് ദ്വാരക്കണം, ഖുർആൻ ഓതി ദ്വാരക്കണം, ഒക്കെ ചെയ്യണം. തബാറക്കല്ലദീ നിരന്തരം ഓതുന്നവർക്ക് അർഹമുർ-റഹീമായ പടച്ചതമ്പുരാൻ നരകമോചനം തരും, ഖബറിന്റെ അകത്ത് വിശാലത തരും, ഒക്കെയാണ്. അപ്പോ പരമാവധി ഈ സൂറത്തുകളൊക്കെ അധികരിപ്പിച്ച് നരകത്തിൽ പോകുന്ന വസ്ത്രം ധരിക്കാതെ, നരകത്തിൽ പോകുന്ന സംഭാഷണങ്ങളൊന്നും നടത്താതെ, കരഞ്ഞു കരഞ്ഞ് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി എന്ന ബൈത്തൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി പൊട്ടിക്കരഞ്ഞ് പടച്ചവനെ നിങ്ങൾ ദ്വാരക്കണം. അതല്ലാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. ഈ ദ്വായം തന്നെ പരിശ്രമവും പ്രാർത്ഥനയും ദ്വായും അതിലൂടെ നടക്കണം. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നല്ല വസ്ത്രം ധരിച്ച് ഒരു നല്ല ഒരു മുസ്ലിമായ ഒരു പെണ്ണിന്റെ, ഇന്ന് ക്ലാസ് വളരെ വിജയമായിരുന്നു. ഇന്ന് പകൽ നടന്ന ക്ലാസ് ഒരുപാട് മക്കൾ വന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും വന്നവർക്കൊക്കെ അത് വലിയ ഉപകാരം തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു വലിയ മാറ്റം കരണക്കടലായ പടച്ചതമ്പുരാൻ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ MFIP ലൈവായി നമ്മുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ദുആ വസിയത്ത് വന്നിട്ടുണ്ട്. മണ്ണാർക്കാടുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി പ്രസവിച്ചത് 5 കുഞ്ഞുങ്ങളായിരുന്നു. 3 കുട്ടികൾ മരണപ്പെട്ടു, ബാക്കി 2 കുട്ടികളുടെ അവസ്ഥയും മോശമാണ്. ആ സഹോദരിയുടെ ഉപ്പ അറ്റാക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ആ കുടുംബത്തിലുള്ളത്. ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് അവരിപ്പോ ഇതിലേക്ക് മെസ്സേജ് ചെയ്തത്. കരുണക്കടലായ പടച്ചതമ്പുരാൻ അള്ളാഹുവെ, ആ പ്രിയപ്പെട്ട പെങ്ങളുടെ 2 കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി പരിഹരിച്ച് അവർക്ക് നീ ആ കുഞ്ഞുങ്ങളെ ഹൈറാക്കി തിരിച്ചു കൊടുക്കണം തമ്പുരാനെ. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കുടുംബത്തിൽ നെഞ്ചുവേദന വന്ന് തളർന്നു വീണ പ്രിയപ്പെട്ട ഉപ്പാക്ക് അള്ളാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആശ്വാസം കൊടുക്കണേ അല്ലാ. നല്ല നാടാണ് വടുതല, ഒത്തൊരുമയാണ്. എന്നൊരു സഹോദരന്റെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ പോയി പറഞ്ഞു, എന്റെ കൂട്ടുകാരാണ് ഉസ്താദെ വീടൊക്കെ വൃത്തിയാക്കിയത്, ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ചെയ്യുക. ഓരോ കാര്യങ്ങളും ടൈലൊട്ടിച്ചതും മറ്റുമൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാനും ഒരുപാട് ആളുകളുണ്ട്. ഒരു സഹോദരൻ വന്ന് പറഞ്ഞത് ഭാര്യയ്ക്ക് അസുഖം, മകൾക്ക് അസുഖം, കുടുംബത്തിലെല്ലാവർക്കും അസുഖം, കരഞ്ഞിട്ട് ഇന്നത്തെ വലിയ മജ്‌ലിസിൽ എനിക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഇത്ര ആളുകളാണ് ഇങ്ങനെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ. ഇപ്പോ അഷ്റഫ് സാഹിബിന്റെ ഒരു ചെറിയ വില്ലയുണ്ടല്ലോ, അവിടെ മനോഹരമാണ്, അവിടെ താമസിക്കാനൊക്കെ സൗകര്യമാണ്. അവിടെ ഒരുപാട് സഹോദരങ്ങൾ, ഹൈന്ദവരെന്ന് പോലും പറയാൻ പറ്റാത്ത വിധം ഞങ്ങളോട് ഇടപെടുന്ന അത്ര സാഹോദര്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകളെ ഓരോ വർഷം വരുമ്പോഴും കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ഈ ബന്ധം അർഹമുർ-റഹീമായ പടച്ചതമ്പുരാൻ നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിക്കുന്നതിനുള്ള നല്ല ഒരു ബന്ധവും കൂട്ടുമാക്കി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ.